കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ സെഷനിൽ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാകും, എർത്ത് കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളുടെ ചർച്ച അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. എർത്ത് പ്രത്യേകതകൾ, സിസ്മോളജി എന്നാണ് ഇതിൻ്റെ പേര് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ റിക്ടർ സ്കെയിലിനെ കുറിച്ച്, മെർക്കലി സ്കെയിലിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയുണ്ടായി, കാണുകയുണ്ടായി. ഇതിൽ ഏതാണ് 1 മുതൽ 10 വരെയുള്ള രീതിയിൽ, 0 മുതൽ 10 വരെ, 1 മുതൽ 12 വരെ എന്നീ രീതിയിലൊക്കെ നമ്മളെന്ത് ചെയ്തു, ഇവയുടെ സ്കെയിലുകൾ മാറുന്ന കാര്യമൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഇനി എർത്ത് അല്ലെങ്കിൽ ഭൂകമ്പങ്ങൾ എന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് ജിയോഗ്രഫി നമ്മൾ പഠിച്ചിട്ടുള്ള ഏതൊരാൾക്കും ആദ്യം ഓർമ്മ വരുന്ന ഒരു ഭൂവിഭാഗമുണ്ട്, ജിയോഗ്രഫിക്കലായിട്ടുള്ള ഒരു ഏരിയയുണ്ട്. ആ ഏരിയയെക്കുറിച്ച് ഉള്ള ചോദ്യവുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ തുടങ്ങുന്നത്. നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് കറക്റ്റ് അബൌട്ട് ദ പസഫിക് റിംഗ് ഓഫ് ഫയർ. പസഫിക് റിംഗ് ഓഫ് ഫയറിനെ കുറിച്ച് താഴെ തന്നിട്ടുള്ളവയിലെ ശരിയല്ലാത്ത, നോട്ട് കറക്റ്റാണ് ചോദിക്കുന്നത്, മനസ്സിലാവുണ്ടോ? ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏത് എന്നതാണ് ചോദ്യം. നോക്കൂ, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത് സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, 75% ഓഫ് എർത്ത് volcanoes of Earth's volcanoes are located along the ring of fire എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, ദ പസഫിക് റിംഗ് കവേഴ്സ് ദ ഈസ്റ്റേൺ ഷോർസ്. ഏതാണ് ഈസ്റ്റേൺ ഷോർസ്? കിഴക്കൻ തീരങ്ങൾ. ഈസ്റ്റേൺ ഷോർസ് കിഴക്കൻ തീരങ്ങൾ ഓഫ് നോർത്ത് അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക. മൂന്നാമത്തെ എന്താണ്? ഇറ്റ് ഈസ് എ ബെൽറ്റ് ഓഫ് ആക്റ്റീവ് വോൾക്കാനോസ്. നാലാമത്തേത്, ഇറ്റ്സ് ലെങ്ത് ഈസ് അപ്രോക്സിമേറ്റ്ലി 40,000 കിലോമീറ്റേഴ്സ്. ഇവയൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ. 75% ഭൂമിയിലെ വോൾക്കാനോസ് പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് ഉള്ളത് എന്നതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിനാദ്യം നമ്മൾ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കേണ്ടതില്ലേ? പസഫിക് റിംഗ് ഓഫ് ഫയറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? സർക്കം പസഫിക് ബെൽറ്റ്. എന്താണ്? സർക്കം പസഫിക് ബെൽറ്റ്. അപ്പോൾ പസഫിക് ഓഷ്യനിലാണെന്ന് മനസ്സിലായി. സർക്കം ഒരു സർക്കിൾ പോലെ ഏതാണ്ട് കിടക്കുന്നുണ്ട്. സർക്കം അതിങ്ങനെ ചുറ്റുക എന്നർത്ഥം. സർക്കം പസഫിക് ബെൽറ്റ്. അപ്പോൾ ഈ ബെൽറ്റ് എന്ന് വെച്ചാൽ ഏതാണ്ട് കണ്ടിന്യൂസ് ആയിട്ടാണെന്നൊരു അർത്ഥമാണ് തരുന്നത്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന പസഫിക്കിന് ചുറ്റുമായിട്ട്, പസഫിക്കിനെ ഒരു ബെൽറ്റ് പോലെ സർക്കംവെൻറ്റ് ചെയ്തു കൊടുക്കുന്ന ഒരു ഭാഗം. അപ്പോൾ അതെങ്ങനെയാണ് കിടക്കുന്നത് കൂട്ടുകാരെ? ഇവിടെ ഓസ്ട്രേലിയ കിടക്കണു അല്ലേ, ഇവിടേക്ക് മറ്റ് ദ്വീപുകൾ പോകുന്നുണ്ട്. ഇതിൻ്റെ ഏതാണ്ട് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഇത് മുകളിലോട്ട് പോവുകയാണ് ഈ സർക്കം പസഫിക് ബെൽറ്റ്. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് താഴെ ഇങ്ങനെയാണ് സർക്കം പസഫിക് ബെൽറ്റ് ഏതാണ്ട് വരുന്നത്. ഇവിടെ ആയിട്ടാണ് ആര് കിടക്കുന്നത്? നമ്മളുടെ നോർത്ത് അമേരിക്ക കിടക്കുന്നത്. നോർത്ത് അമേരിക്ക കിടക്കുന്നത്. പിന്നെ താഴത്തേക്ക് കണക്ഷൻ വരും. അത് കഴിഞ്ഞിട്ട് ആര് കിടക്കുന്നുണ്ട്? താഴെ സൗത്ത് അമേരിക്ക കിടക്കുന്നുണ്ട്. ഇവിടെ അലാസ്ക വരുന്നുണ്ട്. അലൂഷ്യൻ ഐലൻഡ്സ് ഒക്കെ ഇവിടെ വരും. അലൂഷ്യൻസ് ഐലൻഡ്സിൻ്റെ സ്ഥലങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇപ്പുറത്ത് ആര് വരുന്നുണ്ടാകും? ചൈന ഈ ഭാഗത്ത് വരുന്നുണ്ടാവും. ഇവിടെ സൈഡിലായിട്ട് ആര്? ജപ്പാൻ കിടക്കുന്നുണ്ട്. ഫിലിപ്പൈൻസ് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിന് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെയാണ് ഇത് പസഫിക് ഓഷ്യൻ. ഇവിടെ പസഫിക് ഓഷ്യൻ. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കിടക്കുന്ന ഈ ഒരു ബെൽറ്റാണ് അടിസ്ഥാനപരമായിട്ട് ഈ സർക്കം പസഫിക് ബെൽറ്റ് അല്ലെങ്കിൽ പസഫിക് റിംഗ് ഓഫ് ഫയർ. പസഫിക് റിംഗ് ഓഫ് ഫയർ, അതായത് കത്തുന്ന ഒരു റിംഗ് ഓഫ് ഫയർ. ഏതാണ്ട് ഒരു റിംഗ് പോലെ, അങ്ങനെ കുറച്ചുകൂടി വരച്ച് കഴിഞ്ഞാൽ റിംഗ് ആവുമല്ലോ അത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ കിടക്കുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്? ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. എർത്തിലെ 75% അഗ്നിപർവ്വതങ്ങളും വോൾക്കാനോസും എവിടെയാണ്? ഈ പസഫിക് റിംഗ് ഓഫ് ഫയർ അല്ലെങ്കിൽ സർക്കം പസഫിക് ബെൽറ്റിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതുപോലെ തന്നെ ഈ ബെൽറ്റ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ ബെൽറ്റ് ഓഫ് ആക്റ്റീവ് വോൾക്കാനോസ്. ആക്റ്റീവ് വോൾക്കാനോകളുടെ, അതായത് പലയിടങ്ങളിലുമുള്ള വോൾക്കാനോകളൊക്കെ ഇപ്പോൾ എന്തായിക്കഴിഞ്ഞു? ഡോർമെൻ്റ് ആയി കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഈ സർക്കം പസഫിക് ബെൽറ്റിൽ ഇപ്പോഴുള്ള വോൾക്കാനോകളിൽ ഭൂരിഭാഗവും എന്ത് തന്നെയാണ്? ആക്റ്റീവായിട്ട് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന വോൾക്കാനോസാണ്. ഇറ്റ്സ് ലെങ്ത് ഈസ് അപ്രോക്സിമേറ്റ്ലി 40,000 കിലോമീറ്റേഴ്സ്. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 4ഉം 3ഉം 1ഉം ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, ദ പസഫിക് റിംഗ് കവേഴ്സ് ദ ഈസ്റ്റേൺ ഷോർസ് ഓഫ് നോർത്ത് അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും
പടിഞ്ഞാറൻ തീരങ്ങൾ വെസ്റ്റേൺ ഷോറിലാണ് റിംഗ് ഓഫ് ഫയർ കിടക്കുന്നത്, ഈസ്റ്റേൺ ഷോറിലല്ല. ഈസ്റ്റേൺ ഷോർ എവിടെയാണ്? അപ്പുറത്തുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരമാണത് അല്ലേ. ഇത് പസഫിക് റിംഗ് ഓഫ് ഫയർ ആണ്. പസഫിക് സമുദ്രം എവിടെയാണ് കിടക്കുന്നത്? നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും വെസ്റ്റേൺ സൈഡിലാണ്, പടിഞ്ഞാറൻ തീരത്താണ് ഇത് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന കാര്യം കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് ആലോചിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ വിവിധങ്ങളായിട്ടുള്ള പ്ലേറ്റുകൾ, ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ടെക്ടോണിക് ആക്ടിവിറ്റീസ്, പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ് ഇതിന് കാരണമാകുന്നത്. എന്താണ്? പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ് ഇതിന് കാരണമാകുന്നത്. അടിസ്ഥാനപരമായിട്ട് ഇവിടെ എന്തുണ്ട്? ഇവിടെ പസഫിക് പ്ലേറ്റ് കിടക്കുന്നുണ്ട് ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭാഗത്തായിട്ട് എന്ത് കിടക്കുന്നുണ്ട്? ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഫിലിപ്പൈൻസ് പ്ലേറ്റ് കിടക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് എന്താണ്? പസഫിക് പ്ലേറ്റ് ആണ്. ഇവിടുത്തെ ഏറ്റവും അധികം വലുപ്പമേറിയ രീതിയിൽ കിടക്കുന്നത് ഏതാണ്? പസഫിക് പ്ലേറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഓസ്ട്രേലിയയുടെ ഒക്കെ താഴെ വരെ വന്നിട്ട് ഏതാണ്ട് ഈ ഒരു ലെവലിൽ ഇങ്ങോട്ട് എന്താണ്? പസഫിക് പ്ലേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഈ ഒരു ഭാഗത്ത്, അത് ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത ആ ഒരു ഭാഗത്ത് ഏത് കിടക്കുന്നുണ്ട്? നാസ്ഗ പ്ലേറ്റ് കിടക്കുന്നുണ്ട്. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം ഏതാണ്? നാസ്ഗ പ്ലേറ്റ്. നാസ്ഗ, NAZCA, നാസ്ഗ പ്ലേറ്റ് ആണ് ഇവിടെ കിടക്കുന്നത്, ഈ ഭാഗത്ത് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ പസഫിക് പ്ലേറ്റ് ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ എന്താണ്? ഫിലിപ്പൈൻസ് പ്ലേറ്റ്. ഇവിടെ എന്ത് കിടക്കുന്നുണ്ട്? ഫിലിപ്പൈൻസ് പ്ലേറ്റ് കിടക്കുന്നുണ്ട്. മുകളിൽ എന്താ കിടക്കുന്നത്? ഇവിടെ യുറേഷ്യൻ പ്ലേറ്റ് ആണ് കിടക്കുന്നത് അല്ലേ. ഇവിടെ ഏതാണ്? യുറേഷ്യൻ പ്ലേറ്റ് ആണ് ഇവിടെ ഇതിൻ്റെ മുകളിൽ കിടക്കുന്നത്. ഈ രീതിയിൽ ഈ പ്ലേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പസഫിക് പ്ലേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ട് ഉള്ളിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഉള്ളിലോട്ട് ആക്ട് ചെയ്യുന്നു പറഞ്ഞാൽ എന്താണ്? രണ്ടും പരസ്പരം ഇടിച്ചുകൊണ്ടിരിക്കുക. അതായത് ആ ബൗണ്ടറിയുടെ പേരെന്താണ് കൂട്ടുകാരെ? കൺവേർജൻ്റ് ബൗണ്ടറി. എന്താണ്? കൺവേർജൻ്റ് ബൗണ്ടറി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കൺവേർജൻ്റ് ബൗണ്ടറിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതിങ്ങോട്ട് എന്ത് ചെയ്യുന്നു? ഉള്ളിലോട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോകുന്നു. ഈ ഭാഗത്ത്, അതായത് ഇത് അങ്ങനെ നീങ്ങുന്നത് കാരണം. അതുപോലെ തന്നെ നമ്മുടെ നാസ്ഗ പ്ലേറ്റിൽ, ഈ നാസ്ഗ പ്ലേറ്റ് ഇതും എന്ത് ചെയ്യുകയാണ്? ഉള്ളിലോട്ടാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഡൈവേർജൻ്റ് ബൗണ്ടറിയും ഇതിനെ തട്ടുന്ന, അതായത് റിങ് കിടക്കുന്ന, നമ്മൾ നേരത്തെ ഒരു റിങ് വരച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ, ഇതിൻ്റെ ഭാഗമെല്ലാം എന്താണ്? ഇങ്ങനെ കൺവേർജിങ് ആയിട്ടുള്ള ഉള്ളിലോട്ട് ഇടിച്ച് കയറുന്ന പ്ലേറ്റുകളാണുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് എന്തിലേക്ക് നയിക്കുന്നത്? ഈ ആക്റ്റീവായിട്ടുള്ള അവിടെ ഒരുപാട് ഭൂകമ്പങ്ങൾക്കും വോൾക്കാനോസിൻ്റെ ഇറപ്ഷനും ഒക്കെ അത് കാരണമാകുന്നത്. നമ്മൾ ജിയോഗ്രഫിയിൽ വ്യക്തമായി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു ഓഷ്യാനിക് പ്ലേറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരു ഓഷ്യാനിക് പ്ലേറ്റ് വരുന്ന സമയത്ത് ഇടിച്ചിട്ട് എന്ത് ചെയ്യും? ഇത് താഴത്തോട്ട് പോകും എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇങ്ങനെ താഴത്തോട്ട് പോകുന്നത് കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതിന് തൊട്ടിപ്പുറത്തെ ഭാഗങ്ങൾ, താഴത്തെ മാഗ്മാറ്റിക് ചേമ്പറിലേക്ക്, അതായത് എസ്തെനോസ്ഫിയറിൻ്റെ ഉള്ളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്ലേറ്റ് ഉള്ളിലോട്ട് പോകുന്നത്, നമ്മളുടെ ഓഷ്യാനിക് പ്ലേറ്റ് ഉള്ളിലോട്ട് പോകുന്നത്. രണ്ടിൻ്റെയും ഡെൻസിറ്റി ഡിഫറൻസ് കാരണമാണ് ഇത് സംഭവിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ ഭാഗങ്ങളിൽ എന്ത് ചെയ്യും? അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനങ്ങൾ ഉണ്ടാകും. ആ ഒരു പ്രഷറിൻ്റെയൊക്കെ ഒരു ആക്ടിങ് കാരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് കൂട്ടുകാരൻ ആലോചിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്രവർത്തനങ്ങൾ കാരണമാണ് ഇതിൻ്റെ ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളും, അതായത് ഈ താഴെ മുതൽ എടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മളുടെ ചിലി, ബൊളീവിയ, ഇക്വഡോർ, പെറു, കോസ്റ്റാറിക്ക, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, ഇപ്പുറത്തേക്ക് വന്നാലോ, അതായത് താഴെ മുതൽ എടുക്കുക നിങ്ങൾ, അതായത് ഏറ്റവും താഴെ ഇങ്ങനെ ചിലി കിടക്കുന്നില്ല ഇവിടെ, ഈ ചിലി മുതൽ മുകളിലേക്ക് എടുക്കുക, ചിലി എടുക്കുക, ബൊളീവിയ നോക്കുക നിങ്ങൾ, ഇക്വഡോറോ, പെറു ആ ഭാഗങ്ങളൊക്കെ ഇവിടെ വരും അല്ലേ. കോസ്റ്റാറിക്കയൊക്കെ നടുവിൽ വരും, ഗോട്ടിമാല, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഈ ഭാഗങ്ങളിലായിട്ട് വരും. ശേഷം എന്ത് വരും? കാനഡ മുകളിലായിട്ട് വരും. കാനഡ ഇപ്പുറത്ത് ആര് കിടക്കുന്നുണ്ട്? പിന്നെ റഷ്യ കിടക്കുന്നുണ്ട്. താഴത്തേക്ക് ജപ്പാനുണ്ട്. ഇവിടെ ആയിട്ട് ഫിലിപ്പൈൻസ് ഉണ്ട്. താഴത്തേക്ക് എന്തുണ്ട്? ഓസ്ട്രേലിയ കിടക്കുന്നുണ്ട്. അതിനിപ്പുറത്തേക്ക് ആരുണ്ട്? പാപ്പാന്യൂഗിയൊക്കെ ആയിട്ടുള്ള ഐലൻഡ്സുകൾ. ഇപ്പുറത്തേക്ക് ആര് കിടക്കുന്നുണ്ട്? ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള ഐലൻഡുകൾ അല്ലേ. താഴെ ഇവിടെ ന്യൂസിലൻഡ് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവയെല്ലാം എന്താണ്? ഈ റിംഗ് ഓഫ് ഫയറിൻ്റെ ഭാഗമായിട്ട് കാണാൻ നമുക്ക് പറ്റുന്ന രാഷ്ട്രങ്ങളാണ്. ഇവിടങ്ങളിലെല്ലാം ഇതിൻ്റെ എഫക്റ്റുകൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പസഫിക് പ്ലേറ്റ്, കോക്കോസ് പ്ലേറ്റ്, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, നാസ്ഗ പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, ഫിലിപ്പൈൻസ് പ്ലേറ്റ്, ഈ പ്ലേറ്റുകളുടെ എല്ലാം പരസ്പരമുള്ള പ്രവർത്തനങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് ഈ ഒരു പസഫിക് റിംഗ് ഓഫ് ഫയർ സൃഷ്ടിക്കാനായിട്ട് കാരണമാകുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്നും കൂട്ടുകാർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ ആണല്ലോ. സംശയങ്ങളില്ലെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം അല്ലേ. അടുത്ത ചോദ്യം,
അടുത്ത ചോദ്യം ഇതുമായി തന്നെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, പക്ഷേ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. ദ ഓൺലി ആക്റ്റീവ് വോൾക്കാനോ, ആക്റ്റീവ് ആയിട്ടുള്ള ഒരേ ഒരു വോൾക്കാനോ ആണ് ഇന്ത്യയിലുള്ളത്, അത് എന്താണ് എന്നാണ് ചോദ്യം. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്, കൂട്ടുകാർക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാരൻ ഐലൻഡാണ്. നമ്മളുടെ അവിടെ ഒരു വോൾക്കാനിക് ആയിട്ടുള്ള ഐലൻഡുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ഉള്ള നമ്മളുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുകളിലെ അതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെയാണ് എന്തുള്ളത്, ഈ ബാരൻ ഐലൻഡ്, ബറത്താങ്, പോർട്ട് ബ്ലെയർ അവിടുത്തെ ഒരു ഭാഗമാണ്, നാർക്കോണ്ടം ഐലൻഡ്, ഇതൊക്കെ എവിടെയാണ്? ഈ ഭാഗങ്ങളിൽ പലയിടങ്ങളിലായിട്ടാണ് ഈ വോൾക്കാനോസ് ഒക്കെ ഉള്ളത്. ഇതിൽ ബാരൻ ഐലൻഡ് മാത്രമാണ് എന്തുള്ളത്, ഇപ്പോഴും ഒരു ആക്റ്റീവ് വോൾക്കാനോ എന്ന രീതിയിൽ നമ്മൾ കണക്കാക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഡോർമെൻ്റ് എന്ന തലത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇനാക്റ്റീവായിട്ട് കിടക്കുകയാണ് എന്നാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. മനസ്സിലായ കൂട്ടുകാർക്ക്? അപ്പോൾ ബാരൻ ഐലൻഡാണ് എന്തുള്ളത്, ദ ഓൺലി ആക്റ്റീവ് വോൾക്കാനോ ഇൻ ഇന്ത്യ എന്ന കാര്യം കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എന്താണ് ചോദ്യം? വിച്ച് ടൈപ്പ് ഓഫ് സോയിൽ, മണ്ണിനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. സോയിൽ കവേഴ്സ് ദ മോസ്റ്റ് ഓഫ് ദ ഡെക്കാൻ പ്ലാറ്റു. ഡെക്കാൻ പ്ലാറ്റുവിൽ നമുക്ക് ഏറ്റവും അധികം കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഡെക്കാൻ പ്ലാറ്റുവിനെ കവർ ചെയ്യുന്ന ഏതാണ് സോയിൽ? പ്രധാനപ്പെട്ട ഏറ്റവും മോസ്റ്റ് ഓഫ് ദ പാർട്സ് ഓഫ് ദ ഡെക്കാൻ പ്ലാറ്റു ഈസ് കവേർഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് സോയിൽസ് എന്നാണെന്ത് ചോദ്യം വരുന്നത്. ഓപ്ഷൻസ് ഇത് നോക്കൂ. റെഡ് സോയിൽ, യെല്ലോ സോയിൽ, ബ്ലാക്ക് സോയിൽ, അലൂവിയൽ സോയിൽ എന്നിവയാണ് എന്ത് വന്നിട്ടുള്ളത്, ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ കൂട്ടുകാരെ, നമുക്കറിയാം അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത് നദികളുടെ ഒഴുക്കിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാം അല്ലേ? ഇനി നമ്മൾ ഡെക്കാൻ പ്ലാറ്റു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നൊരു കാര്യമാണ് ഡെക്കാൻ പ്ലാറ്റുവിൻ്റെ രൂപീകരണം എങ്ങനെയായിരുന്നു എന്നത് അല്ലേ? എങ്ങനെയായിരുന്നു അത് വോൾക്കാനിക് ഇറപ്ഷൻസിലൂടെയാണ് ഉണ്ടായത് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം എങ്ങനെയായിരുന്നു അതിൻ്റെ കഥ, എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഡെക്കാൻ ട്രാപ്സ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? എന്താണ് ഡെക്കാൻ ട്രാപ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് കൂട്ടുകാർക്ക് അറിയാം, പണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ ആഫ്രിക്കയല്ലേ കൂട്ടുകാരെ, താഴെ ആഫ്രിക്കയുണ്ട്, ഇവിടെ മഡഗാസ്കർ കിടക്കുന്നുണ്ട് അല്ലേ? ഇതിൻ്റെയൊക്കെ കൂടെ കിടക്കുന്നുണ്ട്. ഈ മഡഗാസ്കർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ ഇന്ത്യയുടെ ഗുജറാത്ത് ഇങ്ങനെ നിൽക്കുന്നില്ലേ, ഇങ്ങനെ ഗുജറാത്തും ഇങ്ങോട്ട് താഴ്ത്തിക്കുള്ള ഇന്ത്യനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇന്ത്യ എന്ത് ചെയ്യും, മഡഗാസ്കറിൻ്റെ ഈ ഭാഗത്ത് ഫിറ്റാവും. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? മഡഗാസ്കർ ഇതൊക്കെ കൂടി ഇന്ത്യ എല്ലാം കൂടിയിട്ട് ഈ ആഫ്രിക്കയൊക്കെ കൂടിയിട്ട് എന്തായിരുന്നു, പണ്ട് ഒരൊറ്റ സ്ഥലമായിരുന്നു, ഒരൊറ്റ എന്തായിരുന്നു, കോണ്ടിനെൻ്റ് ആയിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ ഇപ്പുറത്ത് എന്തുണ്ട്, ഓസ്ട്രേലിയ ഇന്ത്യയുടെ ഈ ഭാഗത്ത് തന്നെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇന്ത്യയുമായി ചേർന്നിട്ട് ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു, എന്തായാലും ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്യുകയാണ്, ഇതിൽ നിന്ന് വിട്ടിട്ട് ഇന്ത്യ മുകളിലോട്ടൊരു യാത്ര ആരംഭിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഇന്ത്യ ഏതാണ്ട് എന്താണ്, ഇവിടെയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ മഡഗാസ്കറിനും ഇപ്പോഴത്തെ നമ്മുടെ മാൽദീവ്സ് ഒക്കെ കിടക്കുന്നില്ലേ കൂട്ടുകാരെ, മുകളിലാണ് ലക്ഷദ്വീപ്, താഴെയായിട്ട് ഇവിടെ ആയിട്ട് മാൽദീവ്സ് കിടക്കുന്നുണ്ട്. ഈ മാൽദീവ്സിനും നമ്മുടെ മഡഗാസ്കറിൻ്റെ ഇടയിൽ കൂടെ, അതായത് ഇതിങ്ങനെ ഇന്ത്യ പിന്നെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പോവുകയാണല്ലോ അല്ലേ, ഇന്ത്യ ഇങ്ങനെ പോയിട്ടാണല്ലോ അവസാനം അങ്ങോട്ട് എത്തുന്നത്, ഈ സഞ്ചാരം മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനിടയിൽ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഐലൻഡുകളുടെ പേര് ഞാൻ കൃത്യമായിട്ട് മറന്നുപോയി, ആ ഭാഗത്ത് അടിയിൽ നിന്ന് ശക്തമായിട്ടുള്ള ഒരു കുറേയധികം വർഷങ്ങൾ, കുറച്ച് 10-15 വർഷത്തിൻ്റെ അല്ല പറയുന്നത്, അത്രയധികം വർഷങ്ങൾ തുടർച്ചയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അടിയിൽ നിന്ന് മുകളിലേക്കൊരു ലാവയുടെ എന്തുണ്ടായിരുന്നു, ഒരു ഡക്റ്റ് കറക്റ്റായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഗുജറാത്തിൻ്റെ ഈ താഴത്തെ ഈ പ്രദേശങ്ങൾ മുതൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് അടിയിൽ നിന്നുള്ള തുടർച്ചയായിട്ടുള്ള ലാവാ പ്രവാഹങ്ങൾ കാരണം ഈ ഗുജറാത്ത്, നമ്മുടെ മഹാരാഷ്ട്ര, മധ്യപ്രദേശിൻ്റെ ഭാഗങ്ങൾ, അങ്ങനെ താഴത്തേക്ക് ഈ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്ന് ഒഴുകിയിറങ്ങിയ ലാവയുടെ പ്രവാഹങ്ങൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയുടെ, ഡെക്കാൻ ട്രാപ്സിൻ്റെ ആ ഭാഗം എന്ത് ചെയ്യുന്നത്, സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലാവാ ഫ്ലോയിലൂടെയാണ് എന്തുണ്ടാകുന്നത്, അടിസ്ഥാനപരമായിട്ട് എന്തുണ്ടാകുന്നത്, നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയുടെ ആ ഭാഗങ്ങൾ ഉണ്ടാകുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ സോയിൽ എന്താണ്, അവിടെ സൃഷ്ടിക്കപ്പെട്ട സോയിൽ ബ്ലാക്ക് സോയിലായിരുന്നു എന്ന കാര്യം ചെയ്യുക കൂട്ടുകാർ ആലോചിക്കുക. അതായത് ഇതിൻ്റെ പാരൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ബ്ലാക്ക് സോയിലിൻ്റെ ഓഫ് ദ ബ്ലാക്ക് സോയിലിൻ്റെ പാരൻ മെറ്റീരിയൽ എന്താണ്, അത് വോൾക്കാനിക് റോക്സ് ആണ്. എന്താണ്, വോൾക്കാനിക് റോക്സ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? വോൾക്കാനിക് റോക്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവ സൃഷ്ടിക്കപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ബ്ലാക്ക് സോയിലാണ് അതുകൊണ്ട് തന്നെ ഡെക്കാൻ പ്ലാറ്റുവിൻ്റെ ഭൂരിഭാഗവും എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. നമ്മുടെ മൊത്തം ഇന്ത്യയിലെ എന്താ പറയുക പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അതിൽ 16.66% മൊത്തം മണ്ണിനങ്ങളിൽ 16.6%
ആരാണ് ബ്ലാക്ക് സോയിലാണ് എന്ന കാര്യം. അതായത് നമ്മുടെ ജിയോഗ്രഫിക്കൽ ഏരിയയിലെ 16.6% മണ്ണ് എന്താണ്, അത് ബ്ലാക്ക് സോയിലാണ് എന്ന കാര്യം ചെയ്യുക കൂട്ടുകാർ മനസ്സിലാക്കുക. നമ്മുടെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കിടക്കുന്നത് ചോദിച്ചാൽ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, നമ്മുടെ ഗുജറാത്തിൻ്റെ ആ ഒരു അറ്റം ഞാൻ പറഞ്ഞില്ല, ആ ഭാഗത്ത് നിന്നാണ് ഇതിൻ്റെ ഫ്ലോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പണ്ട് കാലത്ത്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, പിന്നെ ആ ഭാഗത്ത് ഏതാണ് തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലേക്കും ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിലാണ് ഏതാണ്ട് എന്ത് ചെയ്യുന്നത് ഈ ഡെക്കാൻ പ്ലാറ്റൂവിൻ്റെ ഈ ഒരു ബ്ലാക്ക് സോയിൽ പരന്നു കിടക്കുന്ന ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായ കൂട്ടുകാർക്ക്? അപ്പോൾ ഈ കഥ ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ബ്ലാക്ക് സോയിലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഈ ഒരു വിവരം കൂട്ടുകാർ ഓർത്തു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം നമ്മുടെ പരീക്ഷകളിൽ ഏറ്റവും അധികം എപ്പോഴും ചോദ്യം വരാറുള്ള ഒന്ന് ബ്ലാക്ക് സോയിലിനെ കുറിച്ചാണ്. ബാക്കിയുള്ള മണ്ണുകളെക്കുറിച്ച് ചില സമയങ്ങളിലൊക്കെ ചോദ്യം വരുമെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് ഏത് മണ്ണിനെക്കുറിച്ചാണ് ചോദ്യം വരാറുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ബ്ലാക്ക് സോയിലിനെ കുറിച്ചാണ് ഏറ്റവും അധികം ചോദ്യങ്ങൾ നമുക്ക് വരാറുള്ളത് എന്ന് കൂട്ടുകാരെന്ന് ചെയ്യുക, ആലോചിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ബാക്കിയുള്ള ചില സോയിലുകളെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. റെഡ് സോയിൽ അല്ലെങ്കിൽ റെഡ് ആൻഡ് യെല്ലോ കളറിലുള്ള സോയിലുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഏതാണ്ട് 10.6% എന്ത് ചെയ്യുന്നത് നമ്മുടെ ജിയോഗ്രഫിക്കൽ ഏരിയയെ കവർ ചെയ്യുന്നത്. 10.6%-ഓളമാണ് റെഡ് സോയിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ട് കവർ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ റെഡ് സോയിൽ ഏറ്റവും കൂടുതൽ നമുക്കിത് വ്യക്തമായിട്ട് കാണപ്പെടുന്നത് ഒന്ന് ജാർഖണ്ഡിലും പിന്നീട് എവിടെയാണ് വെസ്റ്റ് ബംഗാളിൻ്റെ ഏരിയയിലുമാണ് നമുക്ക് റെഡ് സോയിൽ അധികവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വളരെ പണ്ട്, അതായത് ആൻഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റാമോർഫിക് ക്രിസ്റ്റലൈൻ റോക്കുകളുടെ വെതറിംഗ് ആണ് എന്തിന് കാരണമാകുന്നത്, ഈ റെഡ് സോയിലിന് കാരണമാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ കാര്യം കൂട്ടുകാരെന്ത് ചെയ്യുക, ആലോചിക്കുക. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ലല്ലോ. ഇനി ഈ എന്താ പറയുക, ഈ റെഡ് സോയിലിൽ നമുക്ക് കൂടുതലായിട്ടും കാണാൻ അതായത് അയേൺ ഓക്സൈഡുകളുടെ സാന്നിധ്യമാണ് റെഡ് സോയിലിന് എന്ത് ചെയ്യുന്നത് ആ ഒരു എന്ത് കൊടുക്കുന്നത്, റെഡ് കളർ അല്ലെങ്കിൽ യെല്ലോ കളർ ഷെയ്ഡൊക്കെ എന്ത് ചെയ്യുന്നത് അതിന് പലപ്പോഴും കൊടുക്കാറുള്ളത്. ഇനി ഇതിൽ ഈ റെഡ് സോയിൽ എന്തിലാണ് കൂടുതൽ റിച്ച്, ഇതിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്? അതായത് ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ റെഡ് സോയിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ്, അതൊരു ന്യൂട്രൽ ടു അസിഡിക് നേച്ചറാണ്. പക്ഷേ പോറസ് ആയിട്ടുള്ള എന്താണ് ഒരു നേച്ചർ കൂടിയാണ് അതിനുള്ളത് എന്ന് ചെയ്യുക കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ഈ ഒരു ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ ഏരിയയിൽ കൃഷി ചെയ്യപ്പെടുന്ന റാഗി, ടൊബാക്കോ, മില്ലറ്റുകൾ, പൊട്ടാറ്റോ ഒക്കെ നമുക്ക് വെസ്റ്റ് ബംഗാളിൽ നിങ്ങൾ ചിലപ്പോൾ ഫുഡ് വ്ളോഗുകളൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടാവും. അവർ ബിരിയാണിയിൽ എന്ത് ചെയ്യും, അവർ പൊട്ടാറ്റോ ഇടും. മനസ്സിലാവുന്നുണ്ടോ? അവിടെ പൊട്ടാറ്റോ അവർ വളരെ എന്താണ് പാർട്ട് ഓഫ് അവരുടെ എന്താണ് ഡയറ്റാണ്. അതിന് കാരണങ്ങളൊന്നും എന്താണ്, പൊട്ടാറ്റോ ഈ ഒരു മണ്ണിൽ കൂടുതൽ കൃഷി ചെയ്യാറുണ്ട്. ഒപ്പം തന്നെ ബാക്കിയുള്ള അതിപ്പോൾ നെല്ല് ചെയ്യും, വീറ്റും ഷുഗർ കെയിനും ഒക്കെ ഇതിൽ എന്താണ് ചെയ്യാറുണ്ട്. അതിനോടൊപ്പം പക്ഷേ ഈ റാഗി, മില്ലറ്റുകൾ, പൊട്ടാറ്റോ, ഗ്രൗണ്ട് നട്ടുകൾ തുടങ്ങിയവയും കൃഷി ചെയ്യാറുണ്ട് എന്ന് കൂട്ടുകാരെന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം എന്താ പറയുക ഏരിയ കവർ ചെയ്യപ്പെടുന്ന സോയിൽ ഏതാണ് കൂട്ടുകാരെ? അത് അലൂവിയൽ സോയിലാണ്. ഇന്ത്യയുടെ മൊത്തം മണ്ണിനങ്ങളിൽ 45.6% എന്താണ് അലൂവിയൽ സോയിലുകളാണ്. അലൂവിയൽ സോയിൽ എന്താണ്, ഇതിലെല്ലാം കലർന്ന ഒരു സോയിലാണ്. അതായത് സിൽട്ട് ഉണ്ട്, ഇതിൽ സാൻഡ് ഉണ്ട്, ക്ലേ ഉണ്ട്, ഗ്രേവിൽസ്, അതായത് കുറച്ചുകൂടി വലുപ്പമുള്ള കഷ്ണങ്ങളില്ലേ ഗ്രേവിൽസ്, ഇവയെല്ലാം ഉണ്ട്. ഇതിനോടൊപ്പം അലൂവിയൽ സോയിലിനെ പ്രാധാന്യം അർഹിക്കുന്ന രീതിയിലേക്ക് മാറുന്ന എന്താ പറയുക കൂട്ടുകാർക്ക്, അതിലെ ഓർഗാനിക് കണ്ടൻറ്റ് കൂടിയാണ്. എന്താണ് അതിലെ ഓർഗാനിക് കണ്ടൻറ്റ് ഉണ്ട്. ഓർഗാനിക് കണ്ടൻറ്റ് മാത്രമല്ല, അതിലെന്താണ് ലൈമുണ്ട്, ഹമ്മസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇവ വളരെയധികം എക്സ്റ്റെൻസീവ്ലി എന്താണ് ഇത് ഇങ്ങനെ കാണാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇവ അധികവും എങ്ങനെയാണ്, അധികം എന്നല്ല, ഇത് റിവർ വാലികളിലാണ് നമുക്കിവ കാണാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയാണ് നദികൾ എന്താണ് ഇങ്ങനെ മുകളിൽ നിന്ന് ഒലിച്ചിറങ്ങി വരുന്ന സമയത്ത് അവ ഇങ്ങനെ ഇവയെല്ലാം എടുത്തു വരും. ഓർഗാനിക് മാറ്റർ ഉണ്ടാവും, അതിൽ സിൽട്ട്, സാൻഡ്, ക്ലേ ഇതെല്ലാം ഉണ്ടാകും. ഇവ എന്ത് ചെയ്യും, ചിലയിടങ്ങളിൽ വെച്ച് വലിയ രീതിയിൽ മഴകൾ ഉണ്ടാകുമ്പോൾ ഫ്ലഡ് ഉണ്ടാവുകയും റിവർ ഓവർഫ്ലോ ചെയ്യുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ ഈ റിവർ ഡെപ്പോസിഷനാണ്, ഈ റിവറുകളുടെ ഡെപ്പോസിഷണലായിട്ടാണ് എന്ത് സൃഷ്ടിക്കപ്പെടുന്നത്, അലൂവിയൽ സോയിലുകൾ എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കപ്പെടുന്നത്.
മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ ഓരോ വർഷവും എന്ത് ചെയ്യും, ഫ്ലഡുകൾ ഉണ്ടാകാം, അങ്ങനെ അങ്ങനെ അവ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാം, അവ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കാം. അതായത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 പേരുകൾ പറയാറുണ്ട്. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ഞാൻ വെറുതെ കഥ പറയുകയല്ല, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഭാങ്കർ എന്ന് പറയും. എന്താണ് ഭാങ്കർ എന്ന് പറയുന്നത്? ഏതാണ്? ഓൾഡ് അലൂവിയമാണ്. എന്താണ്? ഓൾഡ് അലൂവിയൽ സോയിലിനെയാണ് എന്ത്, ഭാങ്കർ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാറുള്ളത്. ന്യൂ എന്താണ്, ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഖാദർ. ഏതാണ്? ഖാദർ. അതാണ് ഏത്, ന്യൂ അലൂവിയം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതായത് കഴിഞ്ഞ ഇതിന് മുമ്പത്തെ സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട അതാണ് ഇത് ഭാങ്കർ ഉണ്ടാവുക. ഖാദർ എങ്ങനെയായിരിക്കും? അത് കഴിഞ്ഞിട്ട്, കാരണം ഒരു വർഷം കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നദി അണ്ടർ കട്ടൊക്കെ ചെയ്ത് കുറച്ചുകൂടി താണിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഭാങ്കർ കുറച്ചുകൂടി എവിടെയാണ്, കുറച്ചുകൂടി മുകളിലാണ് കാണുക. അതിനും കുറച്ചുകൂടി താഴെ ആയിരിക്കും ആര് വരുന്നുണ്ടാവുക, പുതിയതായിട്ടുള്ള അത് വരിക. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു വ്യത്യാസം കൂടി ഓർക്കുക. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡയഗ്രാം വെച്ച് നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ ആണല്ലോ? ഇവയിൽ അടിസ്ഥാനപരമായിട്ട് പൊട്ടാഷ് കൂടുതലായിരിക്കും, പക്ഷേ ഫോസ്ഫറസ് കുറവായിരിക്കും. അങ്ങനെയാണ് അടിസ്ഥാനപരമായിട്ട് നമുക്കിതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ. പിന്നെ ഇവ നമുക്ക് നമ്മുടെ നോർത്തേൺ പ്ലെയിനുകളുണ്ടല്ലോ, നമ്മളുടെ നദികൾ ഒഴുകിപ്പോകുന്ന നോർത്തേൺ പ്ലെയിൻ ഉണ്ടല്ലോ, ഈ ഭാഗങ്ങളിലാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് അലൂവിയൽ സോയിൽ ഏറ്റവും അധികം കാണാറുള്ളത്. അവിടെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇനങ്ങളായിട്ടുള്ള വീറ്റ്, റൈസ്, മെയ്സ്, ഷുഗർ കെയിൻ, ഇവയ്ക്കെല്ലാം ഈ അലൂവിയൽ സോയിൽ എന്താണ്, കൃഷി ചെയ്യാൻ പറ്റുന്ന. ബാക്കിയെല്ലാം ഓയിൽ സീഡുകളാണെന്നുണ്ടെങ്കിലും പൾസസ് ആണെങ്കിലും ഇവയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അലൂവിയൽ സോയിലിൽ കൃഷി ചെയ്യാറുണ്ട്. അലൂവിയൽ സോയിലിൽ ഓർഗാനിക് കണ്ടൻറ്റ് എന്താണ്, വളരെയധികം ഗുണകരമാണ് എന്ന് കൂട്ടുകാർ എന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി കേരളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും അധികം ഉള്ള മണ്ണ് ഏതാണ്, അത് ലാറ്ററൈറ്റ് സോയിലാണ്. ഏതാണ്? ലാറ്ററൈറ്റ് സോയിലാണ് കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത്. മനസ്സിലാവുണ്ടോ? ഇവ അയേൺ റിച്ച് ആയിട്ടുള്ള സോയിലാണ്. ഏത്? ലാറ്ററൈറ്റ് സോയിൽ അയേൺ റിച്ച് ആയിട്ടുള്ള സോയിലാണ്, പക്ഷെ ലൈമൊക്കെ അതിൽ കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ ലാറ്ററൈറ്റ് സോയിൽ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഈ ബ്രിക്കുകൾ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒന്നാണ് ഏത്, ഈ ലാറ്ററൈറ്റ് സോയിൽ. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ കാര്യം കൂട്ടുകാർ മനസ്സിലാക്കുക. നമ്മുടെ ഈ കശുവണ്ടിയില്ലേ, കാഷ്യൂനട്ട്, അതുപോലെ തന്നെ നമ്മുടെ കപ്പ, ടാപ്പിയോക്ക, കാപ്പി കൃഷി, റബ്ബർ കൃഷി, അതായത് കേരളത്തിൽ ഇന്ന് വളരെയധികം ഉള്ള കൃഷികൾ ഏതൊക്കെയാണ്? കാഷ്യൂനട്ട്, ടാപ്പിയോക്ക, കോഫി, റബ്ബർ, ഇത്തരം കൃഷികൾക്കൊക്കെ എന്താണ്, ലാറ്ററൈറ്റ് സോയിൽ കൃത്യമായിട്ട് പറ്റുന്ന സോയിലാണ്. ഇതാണ് കേരളവുമായി റിലേറ്റഡ് നിങ്ങൾ സോയിലിൽ ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. മനസ്സിലായ കൂട്ടുകാർക്ക്? കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. ദ ഡൗൺഫോൾഡ് ഇൻ എ റോക്ക് ഈസ് നോൺ ആസ്. ഡൗൺഫോൾഡ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, അതായത് ഈ റോക്ക് സ്ട്രക്ചറുകൾ പല രീതിയിൽ എന്ത് ചെയ്യും, പ്രഷർ കാരണം, അതായത് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ട് വിചാരിക്കും, റോക്ക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രഷർ വരാം, അല്ലെങ്കിൽ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കപ്പെടാം, അല്ലെങ്കിൽ മറ്റൊരു ഇങ്ങനൊരു റോക്കാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, ഇങ്ങനെ റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വേറൊരു റോക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്ത് വേറെ അതുപോലത്തെ ഒരു റോക്ക് ഉണ്ട് വിചാരിക്കും, അത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ചിലപ്പോൾ അങ്ങോട്ട് പോകാം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, ഇങ്ങനെ പോകാം. ഈ രീതിയിൽ പല പ്രഷറുകൾ റോക്കിൻ്റെ മുകളിൽ വരാം. അതനുസരിച്ച് റോക്ക് ഇങ്ങനെ വെറുതെ ഒരു കഷ്ണം മാത്രമാണോ? അല്ല, അതിന് എന്തുണ്ടാകും, അതിന് പല പല ലെയറുകൾ ഉള്ളിലുണ്ടാകും, അല്ലേ? അതിന് പല പല ലെയറുകൾ എന്തുണ്ടാകും, ഉള്ളിലുണ്ടാകും. അപ്പോൾ ഈ ലെയറുകൾക്കനുസരിച്ച് എന്ത് ചെയ്യാം, ഈ ഓരോ ലെയറിലും പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള പ്രഷറുകൾ വരാം. ഇപ്പോൾ ഇങ്ങനെ രണ്ടും എന്താണ്, കോൺട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് വരികയാണെന്ന് വിചാരിക്കൂ. ഇപ്പോൾ ഇങ്ങനെ എന്താണ് ഒരു ഫോഴ്സ് വന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഇതിങ്ങനെ മടങ്ങും, അല്ലേ? ഇങ്ങനെ മടങ്ങിപ്പോകും. അതിൽ ചോദിച്ചിരിക്കുന്നത് എന്താ, ഡൗൺഫോൾഡ് ഓഫ് എ റോക്ക് ഈസ് നോൺ ആസ് എന്നാണ്. അപ്പോൾ അതാണ് ഈ ഡൗൺഫോൾഡില്ലേ, താഴത്തേക്ക്, എന്താണ് എൻ്റെ പേര് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ പേര് കൂട്ടുകാരെ? അതിൻ്റെ പേരാണ് സിൻക്ലൈൻ. ഇതിൻ്റെ അപ്വേർഡ് ആയിട്ടുള്ള എന്താ പറയുന്നത്, ഫോൾഡ് ഏതാണ്? അതിൻ്റെ പേരാണ് ആൻറ്റിക്ലൈൻ. ഏതാണ്? ആൻറ്റിക്ലൈൻ. അപ്പോൾ ഇതെന്താണ്, ഇത് ഒരു സിൻക്ലൈനും ഒരു ആൻറ്റിക്ലൈനും ഇങ്ങനെ വരുന്നത്. ഇനി ഇതിൻ്റെ ലെയറിൽ സിമ്പിളായിട്ട് ഒരു മടക്കാണുള്ളത് വിചാരിക്കും നിങ്ങൾ. ഇങ്ങനെ കണ്ടോ, ഇത് ജസ്റ്റ് ഒരു മടക്ക് മാത്രമാണ്, ഇങ്ങനെ ഒരു വേവ് ഒന്നും വന്നിട്ടില്ല, ഒരു മടക്ക് മാത്രമുള്ളെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മോണോക്ലൈൻ. മനസ്സിലായോ? അതിനെ പറയുന്ന പേരാണ് മോണോക്ലൈൻ. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? അപ്പോൾ ഇത് സിൻക്ലൈൻ, മുകളിലുള്ളത് ആൻറ്റിക്ലൈൻ, ഇതാണ് ഏത്, മോണോക്ലൈൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണോ? കാര്യം മനസ്സിലായില്ലേ? ഡയഗ്രാം വെച്ച് നിങ്ങളതെന്താണ് ഓർത്ത് വയ്ക്കുക. എന്താണോ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് അത് ഓർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. എന്താണ്, വാട്ട് ഈസ് ദ അതർ നെയിം ഫോർ
റിഗർ സോയിൽ ഇൻ ഇന്ത്യ. റിഗർ സോയിലിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്ത് എന്നതാണ് ചോദ്യം. താഴെ തന്നിട്ടുള്ളവയിൽ ഏതായിരിക്കും കൂട്ടുകാർ റിഗർ സോയിലിൻ്റെ മറ്റൊരു പേര്? എന്താണ് റിഗർ സോയിലിനെ വിളിക്കാറുള്ളതെന്ന് അറിയോ? നമ്മളിത് ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ, എന്താണ് ബ്ലാക്ക് സോയിലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ബ്ലാക്ക് സോയിലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിഗർ സോയിൽ. റിഗർ സ്റ്റാൻഡ്സ് ഫോർ വാട്ട്? കോട്ടൺ. കോട്ടൻ്റെ കൃഷിക്ക് ഏറ്റവും അധികം പറ്റിയിട്ടുള്ള ഒരു മണ്ണാണ് ഏത്? ബ്ലാക്ക് സോയിൽ എന്ന കാര്യം കൂട്ടുകാരെ മനസ്സിലാക്കുക. നേരത്തെ തന്നെ നമ്മൾ കഥ പറഞ്ഞിരുന്നു. ഡെക്കാണിലെ ലാവ ട്രാക്ട് ഏരിയയിലാണ് നമുക്ക് ഏറ്റവും അധികം ബ്ലാക്ക് സോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം എവിടെയാണ്? വാലീസ് ഓഫ് കൃഷ്ണ ഗോദാവരി വാലീസ്, നർമ്മദ താപി ഒഴുകുന്ന ഭാഗങ്ങളിൽ ഇവിടെയൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഈ ബ്ലാക്ക് സോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മെച്യൂർ സോയിലാണ്. ഏറ്റവും അധികം കൂട്ടുകാർ ആലോചിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് പോയിന്റുകളാണ്. ഒന്ന്, ഹൈ വാട്ടർ റിട്ടൈനിങ് കപ്പാസിറ്റി. പലപ്പോഴും എന്ത് തരാം? സോയിലുകളുടെ പ്രോപ്പർട്ടി തരാം നിങ്ങൾക്ക്. സോയിൽസിൻ്റെ പ്രോപ്പർട്ടി തന്നിട്ട് ആ സോയിൽ ഏതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറയാൻ പറ്റും. SSCക്ക് മാത്രമല്ല ഞാൻ പറയുന്നത്, SSCക്കോ NTPCക്കോ അല്ലെങ്കിൽ PSCക്ക് വരെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ പലയിടത്തും വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. പ്രോപ്പർട്ടീസ് എന്തിൻ്റെയൊക്കെയാണ് അറിയോ? സോയിലിൻ്റെ എന്ത് ചെയ്യും? ഇതുപോലെ പ്രോപ്പർട്ടീസ് തരും. അതുപോലെ തന്നെ ഫോറസ്റ്റുകളുടെ എന്ത് ചെയ്യും? പ്രോപ്പർട്ടി തരും. മനസ്സിലാവുന്നുണ്ടോ? ഈ ഫോറസ്റ്റ് ഇന്ന പോലെയാണ്, അതായത് വർഷം മുഴുവൻ പച്ച പിടിച്ച് കിടക്കും. ഇവിടെ എന്താ പറയുക, മഴയും അതുപോലെ തന്നെ ഹൈ ലെവൽ ഓഫ് ഇൻസുലേഷനും കിട്ടും. ഇവിടുത്തെ സസ്യങ്ങൾ ഇന്ന രീതിയിലാണ് വളരുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? തരും. അവിടെ ഇന്ന മരങ്ങൾ, ടീക്ക് തുടങ്ങിയ മരങ്ങൾ അവിടെ കാണപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോപ്പർട്ടീസ് തരും. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് നമ്മളത് ഏത് ടൈപ്പ് ഫോറസ്റ്റ് ആണ്? എവർഗ്രീൻ ഫോറസ്റ്റ് ആണോ, എന്താണ് വെറ്റ് ഡെസിഡിയസ് ആണോ, അതോ ഏത് ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്, ഇതല്ല അതൊന്നുമല്ല മൗണ്ടെയിൻ ഫോറസ്റ്റ് ആണോ, മാർഷി ലാൻഡ്സ് ആണോ, ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതുപോലെയാണ് സോയിലിലുള്ളത്. പ്രോപ്പർട്ടീസ് തരും. ഈ സോയിൽ ഇങ്ങനെയാണ്, ഈ സോയിൽ ഇന്ന എന്താ പറയുക എലമെൻറ്റ്സ് ഉണ്ട്, ഇന്ന എലമെൻറ്റ്സ് അതിൽ ഡെഫിഷ്യൻ്റ് ആണ്, അതിന് ടെക്സ്ചർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ ഹൈ വാട്ടർ റിട്ടൈനിങ് കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെയുള്ള പ്രോപ്പർട്ടികൾ തരും. അപ്പോൾ എന്ത് ചെയ്യുക? ബ്ലാക്ക് സോയിലിൻ്റെ പ്രത്യേകിച്ച് ഓർത്ത് വയ്ക്കുക. ഹൈ വാട്ടർ റിട്ടൈനിങ് കപ്പാസിറ്റിയാണ് ആർക്കുള്ളത്? ബ്ലാക്ക് സോയിലിനുള്ളത്. അപ്പോൾ റീഗർ എന്നുള്ള പേര് എവിടെ നിന്നാണ് കിട്ടുന്നത്? കോട്ടൺ എന്നതിലാണ് കിട്ടുന്നത്. വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ആദ്യം തന്നെ ബാക്കിയുള്ള പ്രത്യേകതകളാണ് നമ്മൾ എടുക്കുന്നത്. അതിലൊന്നാണ് ഹൈ വാട്ടർ റിട്ടൈനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട സ്വഭാവമാണ്, പല തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, സെൽഫ് പ്ലഫിംഗ് കപ്പാസിറ്റി. എന്താണ് സെൽഫ് പ്ലഫിംഗ്? അതായത് നനയുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും? അങ്ങ് കുഴഞ്ഞു മറിഞ്ഞൊരു ക്ലേ പോലെ, ഒരു കളിമണ്ണ് കുഴച്ച പരുവത്തിലായി മാറും. ഏത്? ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് സോയിൽ. നോക്കൂ, ഇതിൻ്റെ ടെക്സ്ചർ എന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് പറയുന്നത് എങ്ങനെയാണ്? ക്ലേയി എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് കളിമണ്ണ് പോലെ, ക്ലേ ഇല്ലേ, ക്ലേ കുഴച്ച പോലെയാണ് അതിൻ്റെ ടെക്സ്ചർ നമ്മൾ സാധാരണ കാണാറുള്ളത്. അതുപോലെ തന്നെ കളിമണ്ണിൻ്റെ പ്രത്യേകത നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? എന്താണ്? കളിമണ്ണ് നിങ്ങൾ കുഴച്ചിങ്ങനെ എന്താണ് ഒരു കുഴച്ചിട്ട് പരുവാക്കി ഇങ്ങനെ വെച്ച് വിചാരിക്കും. അത് ഉണങ്ങിക്കഴിഞ്ഞ ഉടനെ അതിന് എന്ത് സംഭവിക്കും അറിയോ? ഉണങ്ങിക്കഴിഞ്ഞ ഉടനെ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? വിള്ളലുകൾ വരാൻ തുടങ്ങും. പല ഷേപ്പിൽ എന്ത് ചെയ്യും? വിള്ളൽ വന്നിട്ട് കംപ്ലീറ്റ് എന്തായിരിക്കും? വിണ്ട് കീറും. പിന്നെയും വെള്ളം നനഞ്ഞാലോ ഇത് മുഴുവൻ പിന്നെയും ഇങ്ങനെ കളിമണ്ണ് കുഴച്ച പോലെ മാറും. അത് കഴിഞ്ഞിട്ട് ഉണങ്ങിയാൽ പിന്നെയും എന്ത് ചെയ്യും? അത് വിണ്ട് കീറും. അടിസ്ഥാനപരമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ, ഇങ്ങനെ കുഴഞ്ഞു മറിയുകയും വീണ്ടും വിണ്ട് കീറുകയും വീണ്ടും കുഴഞ്ഞു മറിയുകയും വീണ്ടും വിണ്ട് കീറുകയും ചെയ്യുന്നത് ഏതാണ്ട് നമ്മളൊരു കലപ്പ വെച്ചിട്ട് നമ്മൾ കലപ്പ കൊണ്ട് പൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? വെള്ളം നനച്ചിട്ടാണ് പൂട്ടുക അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് എന്താവും? അത് അതിൻ്റെ ഉള്ളിൽ കൂടെ ആഴത്തിൽ പോകണം. ഈ വിണ്ട് കീറുന്ന സമയത്ത് ഏതാണ്ട് എന്താണ് ഇങ്ങനെ ആഴത്തിലൊരു ചാലുണ്ടാക്കുന്ന പോലെയുള്ള എഫക്റ്റ് അല്ലേ ഉണ്ടാകുന്നത്? വീണ്ടും കുഴഞ്ഞു മറിയുന്നു, വീണ്ടും എന്താണ് വിണ്ട് കീറുന്നു, വീണ്ടും കുഴഞ്ഞു മറിയുന്നു. അപ്പോൾ സ്വയം, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പും ഇല്ലാതെ സ്വയം തന്നെ ഉഴുതുമറിക്കുന്ന എഫക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സ്വയം തന്നെ ഉഴുതുമറിക്കുന്ന എഫക്റ്റ് ഉണ്ടാക്കുന്ന, സെൽഫായിട്ട് പ്ലഫ് ചെയ്യുന്ന, മനസ്സിലാവുന്നു? സെൽഫായിട്ട് എന്താണ് ഉഴുതുമറിക്കുന്ന സ്വഭാവമുള്ള ഒരു മണ്ണാണ് ഇത്? നമ്മളുടെ ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ റിഗർ സോയിൽ. കൂട്ടുകാർ കൃത്യമായി മനസ്സിലായോ എന്തുകൊണ്ടാണ് സെൽഫ് പ്ലഫിംഗ് എന്ന് പറയുന്നത് എന്നുള്ളത്? ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഈ ഒരു പ്രോപ്പർട്ടി ടെക്സ്ചർ, അപ്പോൾ ക്ലേ എന്നത് ഇതിനോട് ചേർത്തിട്ട് എന്ത് ചെയ്യുക? ഓർത്ത്. കാരണം അതിൻ്റെ പ്രോപ്പർട്ടീസിൽ തരുന്ന കാര്യം തന്നെ ആയിരിക്കും. ദിസ് സോയിൽസ് ടെക്സ്ചർ ഈസ് ക്ലേ ഇൻ നേച്ചർ എന്നൊക്കെ അവർ തരും. മനസ്സിലാവുന്നുണ്ട്? അപ്പം തന്നെ നമ്മൾ പിടിക്കണം, ഓക്കെ ഇതിന് സാധ്യത റിഗർ സോയിലിന് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിലിനാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതിൽ ഇറ്റ് ഈസ് റിച്ച് ഇൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോപ്പർട്ടീസിൽ എപ്പോഴും തരാറുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് റിച്ച് ഇൻ കാൽഷ്യം, പൊട്ടാസ്യം, അയൺ റിച്ച് ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാം. കാരണം എന്താണ്? ലാവ ട്രാക്സിൽ അയൺ റിച്ച് ആണ് നമുക്കറിയാം. ലൈമിൽ എന്താണ്? റിച്ച് ആണ്, കാൽസ്യം, പൊട്ടാസ്യം. ഇതിൻ്റെ ഒപ്പം നിങ്ങൾ എന്താണ്
മാംഗനീസ് തന്നെയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. മാംഗനീസിലും ഇതെന്താണ്, റിച്ച് ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കിടക്കുന്നത്. അത് ഞാൻ ഒന്നുകൂടി കൺഫേം ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും എങ്ങനെയാണ്, മാംഗനീസ് അല്ല, മഗ്നീഷ്യത്തിലാണ് റിച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാനത് എനിക്കൊരു പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എനിക്കൊരു ഡൗട്ട് വരുന്നു. നമുക്കത് എന്ത് ചെയ്യാം, ഒന്ന് കൺഫേം ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പിച്ച് പറയാം. ഓക്കെ ആണല്ലോ, ഫൈൻ. എൻ്റെ ഒരു ഓർമ്മയിൽ അത് മഗ്നീഷ്യമാണ്, മഗ്നീഷ്യം റിച്ച് ആണത്. അതായത് പൊട്ടാഷ് റിച്ച് ആണ്, കാൽസ്യം റിച്ച് ആണ്, അതുപോലെ തന്നെ ഏതാണ് നമ്മളുടെ മാംഗനീസ് അല്ല, മഗ്നീഷ്യം തന്നെയാണ് കേട്ടോ. മഗ്നീഷ്യം റിച്ച് ആണ്, അതെ മഗ്നീഷ്യം തന്നെയാണ്, മഗ്നീഷ്യം. അപ്പോൾ പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം എന്നിവ എന്താണ്, ഇതിൽ റിച്ച് ആണ് എന്ന് ചെയ്യുക കൂട്ടുകാർ, ആലോചിക്കാനായിട്ട് ശ്രമിക്കുക. ഹൈ വാട്ടർ റിറ്റെയിനിങ് കപ്പാസിറ്റി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. സെൽഫ് പ്ലഫിംഗ് എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, അയൺ, ലൈം, അലുമിനിയം എന്നിവയൊക്കെ റിച്ച് ആണ്. ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ഓർത്ത് വയ്ക്കുക. നൈട്രജൻ, ഹ്യൂമസ് ആൻഡ് ഫോസ്ഫറസ് കണ്ടൻറ്റ് ഇതിൽ കുറവാണ്. നമ്മൾ അലൂവിയൽ സോയിലിൽ പറഞ്ഞു അല്ലേ, ഹ്യൂമസ് കണ്ടൻറ്റ് എന്താണ്, വളരെ കൂടുതലാണ് അലൂവിയൽ സോയിലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ്, ഇവിടെ കുറവാണ്. മനസ്സിലാവുന്നത് കാരണം എന്താണ്, ഇത് ലാവ ട്രാക്റ്റിലൂടെ ഉണ്ടാകുന്ന സാധനമാണ്. മറ്റേതെന്താണ്, ചെടി, മണ്ണും ഓർഗാനിസം ഒക്കെ കൂടെ ഒലിച്ചു കൂടി വന്നിട്ട് അവയാണ് അലൂവിയൽ സോയിൽ ഡെപ്പോസിറ്റ്. അപ്പോൾ അതിൽ ഹ്യൂമസ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്, ഡയറക്റ്റ്ലി അടിയിൽ നിന്ന് ലാവ പുറത്തേക്ക് വന്നിട്ട് എന്താണ്, അവ ഉറച്ചുണ്ടാവുന്ന സോയിലാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമസ് കണ്ടൻറ്റ് കുറവാണ്. അതുപോലെ തന്നെയാണ് നൈട്രജൻ കുറവാണ്, ഫോസ്ഫറസും കുറവാണ്. പൊട്ടാസ്യം കൂടുതൽ, ഫോസ്ഫറസ് കുറവ്. ഇങ്ങനെയാണ് ബ്ലാക്ക് അല്ലെങ്കിൽ റിഗർ സോയിൽ ഉള്ളത്. ഉണ്ടാകുന്ന പ്രദേശങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡെക്കാൻ പ്ലാറ്റു, ആന്ധ്ര, മധ്യപ്രദേശ്, തമിഴ്നാട്. കോട്ടൺ, ഷുഗർ കെയിൻ എന്നിവയുടെ കൃഷിക്കാണ് ഏറ്റവും അധികം ബ്ലാക്ക് സോയിൽ പ്രശസ്തി ആർജിച്ചത് എന്നുകൂടി എന്ത് ചെയ്യുക കൂട്ടുകാർ, ഓർത്തു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ലല്ലോ. അപ്പോൾ നമ്മളുടെ സോയിലുമായി ബന്ധപ്പെട്ട, ബ്ലാക്ക് സോയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു സോയിലുകളുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അടുത്ത നോക്കൂ എന്താണെന്ന്. Which of the following soil types is rich in soil nutrients such as calcium carbonate, magnesium, potash and lime? നോക്കൂ, ഇപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ നമ്മൾ പ്രോപ്പർട്ടീസ് വെച്ച് ചോദിക്കുമെന്ന്. ഏതായിരിക്കും കൂട്ടുകാർ, ഉറപ്പായിട്ടും പറയുക എന്താണെന്നുള്ളത്. നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ഏതൊക്കെയാണ്, ലൈമ് റിച്ച്, കാൽസ്യം റിച്ച്, പൊട്ടാസ്യം റിച്ച്. ഇത് തന്നെയാണ് നമ്മളുടെ മഗ്നീഷ്യം. നമ്മൾ ഓൾറെഡി ആ ലിസ്റ്റിൽ പറഞ്ഞിരുന്നു അല്ലേ. ഏതാണ് മഗ്നീഷ്യവും റിച്ച്, ഏത് തന്നെയായിരിക്കും ഉത്തരം, നമ്മളുടെ ബ്ലാക്ക് സോയിൽ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ ബ്ലാക്ക് സോയിലിനെ വെച്ച് മാത്രം ഇപ്പോൾ 3 ചോദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണ, അപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ബ്ലാക്ക് സോയിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ബാക്കിയുള്ളവയുടെ നമ്മൾ പറഞ്ഞ പ്രത്യേകതകൾ കൂടി അതിനോടൊപ്പം ചേർക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ, സംശയങ്ങൾ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ. അടുത്ത ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത ചോദ്യം, ദ ക്വാഡ്സൈറ്റ് ഈസ് എ ഡാഷ് ടൈപ്പ് ഓഫ് റോക്ക്. ക്വാഡ്സൈറ്റ് ഏത് ടൈപ്പ് ഓഫ് റോക്ക് ആണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. സെഡിമെൻ്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക്, ബസാൾട്ട്, ഇഗ്നിയസ് എന്നൊക്കെയാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവർ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, റോക്കുകളെ നമ്മൾ 3 തിരിക്കാറുണ്ട് അടിസ്ഥാനപരമായിട്ട് അല്ലേ. ഇഗ്നിയസ് റോക്ക് എന്ന് തിരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏതാണ്, സെഡിമെൻ്ററി റോക്സ് എന്ന് തിരിക്കാറുണ്ട്. മെറ്റാമോർഫിക് റോക്സ് എന്നും നമ്മൾ തിരിക്കാറുണ്ട് അല്ലേ. മെറ്റാമോർഫിക് റോക്സ് എന്നും തിരിക്കാറുണ്ട്. വളരെ ചുരുക്കിയിട്ട് ഞാൻ റോക്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇപ്പോൾ പറയാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇഗ്നിയസ് റോക്സ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, പ്രൈമറി റോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്, പ്രൈമറി റോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്, ഇഗ്നിയസ് റോക്സ് ആണ്. കാരണം എന്താണ്, കാരണം ബാക്കി എല്ലാ റോക്കുകളും എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഈ ഇഗ്നിയസ് റോക്സിൽ നിന്നാണ് ബാക്കി 2 റോക്കുകളും ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് ഇഗ്നിയസ് റോക്സ് ആണ് അടിസ്ഥാനപരമായിട്ട് സ്വയം സെൽഫായിട്ടുണ്ടാകുന്ന റോക്ക് ഇഗ്നിയസ് റോക്കുകളാണ്. ഇഗ്നിയസ് റോക്സിന് വെതറിങ് സംഭവിച്ചിട്ട്, എന്താണ് വെതറിങ് സംഭവിച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഹോട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള പ്രഷർ, ടെമ്പറേച്ചർ ഇവയൊക്കെ ആക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് സെഡിമെൻ്ററി റോക്സ് ആയാലും മെറ്റാമോർഫിക് റോക്സ് ആയാലും ഉണ്ടാകുന്നത്. ഈ ഇഗ്നിയസ് റോക്ക് വെതറിങ് സംഭവിച്ച് അവ എന്ത് ചെയ്യണം, അവ അവിടുന്ന്
ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോയി സെഡിമെൻസ് ആയിട്ട് അടിഞ്ഞുകൂടിയിട്ടാണ് സെഡിമെൻ്ററി റോക്സ് ഉണ്ടാകുന്നത്. ഇഗ്നിയസ് റോക്കും സെഡിമെൻ്ററി റോക്സും രണ്ടും ഹൈ ലെവൽ ഓഫ് പ്രഷറിനോ ടെമ്പറേച്ചറിനോ വിധേയമായിട്ട് അവയുടെ രൂപം മാറി ഉണ്ടാകുന്ന റോക്സാണ് മെറ്റാമോർഫിക് റോക്സ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ പ്രൈമറി റോക്സ് ആണ് ഇഗ്നിയസ് റോക്സ് എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സെഡിമെൻ്ററി റോക്സ് എങ്ങനെയാണ്? ഈ ഇഗ്നിയസ് റോക്സ് ആണെങ്കിലും അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്സ് ആണെങ്കിലും ഇവ രണ്ടും എന്താണ്, വെതറിങ് നടക്കും ഇവയ്ക്ക്. എന്നിട്ട് അവ എന്ത് ചെയ്യും? അവ അവിടെ നിന്ന് റിമൂവ് ചെയ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇങ്ങനെ റിമൂവ് ചെയ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യുകയാണ്? പലയിടങ്ങളിലേക്കായിട്ട് എത്തിയിട്ട് അവ എന്ത് ചെയ്യുകയാണ്? ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇങ്ങനെ ഒരു ലെയർ ഉണ്ടാവും, അടുത്ത ലെയറിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും, പിന്നെയും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട് വൻ പ്രഷർ ഇതിൻ്റെ താഴത്തേക്ക് കിട്ടിയിട്ട് ഇവ എന്ത് ചെയ്യും? ഇവ ഉറച്ചിട്ട് അടിയിൽ എന്താകും? ഒരു വലിയൊരു റോക്കായിട്ട് മാറും. ഇതാണ് ഏത്? നമ്മളുടെ സെഡിമെൻ്ററി റോക്സ്. അതുകൊണ്ട് തന്നെ ഒരു ലെയർ ഉണ്ടായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു ജീവി ചിലപ്പോൾ ചത്ത് കിടക്കും, അല്ലെങ്കിൽ ഇവിടെ ഒരു ചെടിയോ മറ്റോ വീഴും. അതിന് മുകളിൽ അടുത്തത് വന്ന് ലെയറായി ഉണ്ടാവും. വേറൊരു ജീവി ഇവിടെ ഉണ്ടാകും, ലെയർ വന്നാവും. അടുത്തൊരു ജീവിയോ മരമോ എന്തെങ്കിലും ചെടിയോ ഇവിടെ കിടക്കുന്നുണ്ടാവും, അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വരും. ഇങ്ങനെ സെഡിമെൻ്ററി റോക്സിൻ്റെ രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകതകളാണ് ലെയർ ഫോർമേഷൻ. എന്താണ്? ലെയേഴ്സ് ഉണ്ടാക്കുന്ന ലെയർ ഫോമിൽ കിട്ടുന്ന റോക്കുകളാണ് സെഡിമെൻ്ററി റോക്സ്. അതുപോലെ തന്നെ ഫോസിലുകൾ നമുക്ക് ലഭിക്കുന്ന റോക്സാണ് സെഡിമെൻ്ററി റോക്സ്. അപ്പോൾ സെഡിമെൻ്ററി റോക്സിൻ്റെ പ്രധാന പ്രത്യേകതകൾ രണ്ടെണ്ണം ഏതാണ്? ലെയർ ഫോർമേഷനും ഫോസിലുകൾ ലഭിക്കുകയും ചെയ്യും. ഇഗ്നിയസ് റോക്കിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? പ്രൈമറി റോക്കുകൾ എന്ന പേരിലാണ് ഇവ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇവ അതുപോലെ തന്നെ ക്രിസ്റ്റലൈൻ ഫോം എന്ന കാര്യം കൂടി ഓർത്ത്, ക്രിസ്റ്റൽ രൂപീകരിക്കും. ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടാണ് ഇത് ഇഗ്നിയസ് റോക്സ് ഉണ്ടാകുന്നത്. കാരണം എന്താ? ലാവയും മാഗ്മയും, മാഗ്മ ഇവ തണുത്തുറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഇഗ്നിയസ് റോക്കുകൾ ഉണ്ടാകുന്നത് അല്ലേ? മാഗ്മ എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയുടെ ഉള്ളിൽ തന്നെയാണ്. ലാവ എന്ന് വെച്ചാൽ ഭൂമിയുടെ വെളിയിലേക്ക് എത്തി അല്ലേ? ഇത് മാഗ്മ അതുകൊണ്ട് ഇൻട്രൂസീവ് റോക്കുകളെ ഉണ്ടാക്കും, ലാവ അതുകൊണ്ട് തന്നെ എക്സ്ട്രൂസീവ് റോക്കുകളെ ഉണ്ടാക്കും. മനസ്സിലാവുണ്ട്? ഇൻട്രൂസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്മ ഉള്ളിൽ വെച്ച്, ഇൻസൈഡ് ഉള്ളിലുണ്ടാകുന്ന റോക്കുകളാണ് മാഗ്മ, ഇൻട്രൂസീവ് റോക്സ്. പ്ലൂട്ടോണിക് റോക്സ് എന്നൊക്കെ നമ്മൾ പറയും. ലാവയാണെങ്കിലോ വോൾക്കാനിക് റോക്സ്, അവ പുറത്തേക്ക് എത്തി, എക്സ്ട്രൂസീവ് റോക്സ് ആണവ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ കൂട്ടുകാർക്ക് കൃത്യമായിട്ട്? ലാവ എന്ന് വെച്ചാൽ ഭൂമിയുടെ വെളിയിലേക്ക് എത്തി. മാഗ്മ എന്താണ്? ഭൂമിയുടെ വെളിയിലേക്ക് എത്തിയിട്ടില്ല, ഉള്ളിൽ തന്നെയാണ്. അതും ലാവ പുറത്തെത്തിയത് കാരണം ഇവ ഉണ്ടാക്കുന്ന റോക്സ് എക്സ്ട്രൂസീവ് റോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മാഗ്മ ഉള്ളിൽ തന്നെ തണുത്തുറയ്ക്കുന്നത് കാരണം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇൻട്രൂസീവ് റോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവയെ പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറയും. ഇവ എന്താണ്? വോൾക്കാനിക് റോക്സ് എന്ന പേരിൽ അറിയപ്പെടും. വോൾക്കാനിക് റോക്സ് എന്ന പേരിലും അല്ലെങ്കിൽ പ്ലൂട്ടോണിക് റോക്സ് എന്ന പേരിലും ഇവ അറിയപ്പെടും. അപ്പോൾ മാഗ്മയുടെ പ്ലൂട്ടോണിക് അല്ലെങ്കിൽ ഇൻട്രൂസീവ് ഉള്ളിൽ തന്നെ വെച്ചുണ്ടാകുന്ന റോക്കുകൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏത്? ഗ്രാനൈറ്റ്. ഏതാണ്? ഗ്രാനൈറ്റ് ഒരു വലിയ ഉദാഹരണമാണ്. ലാപ്പോലിറ്റ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ലാപ്പോലിറ്റ്സ്, ലോപ്പോലിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, ലോക്കോലിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, ലാപ്പോലിറ്റ്സ്, ബെയ്ത്തോലിറ്റ്സ്, സിൽസ് ഇവയൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ പ്ലൂട്ടോണിക് അല്ലെങ്കിൽ ഇൻട്രൂസീവ് ആയിട്ടുള്ള ഫോമുകളാണ്. ഇനി ലാവ പുറത്തെത്തിയിട്ട്, അത് മാഗ്മ പുറത്തെത്തിയാൽ അത് ലാവയായി, അതുകൊണ്ടാണ് എക്സ്ട്രൂസീവ് പുറത്തുണ്ടാകുന്നവ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോൾക്കാനിക് റോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ബസാൾട്ട്. ഏതാണ്? ബസാൾട്ടും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഉദാഹരണമാണ് ഇത് ഗാബ്രോ. മനസ്സിലാവുന്നുണ്ടോ? ബസാൾട്ടും ഗാബ്രോയും. ഇങ്ങനെയാണ് ഇത് ഇഗ്നിയസ് റോക്കുകളിൽ പ്രൈമറി റോക്സ് കിടക്കുന്നത്. സെഡിമെൻ്ററി നമ്മൾ പറഞ്ഞു. മെറ്റാമോർഫിക് എന്താണ്? ഈ രണ്ട് ഇഗ്നിയസും സെഡിമെൻ്ററിയും രണ്ട് ടൈപ്പ് ഓഫ് റോക്കുകളിലും തുടർച്ചയായിട്ട് ടെമ്പറേച്ചറും പ്രഷറും ഒരുപാട് കാലം ആക്ട് ചെയ്തിട്ട് ആ റോക്കുകൾ മറ്റൊരു റോക്കായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ മെറ്റാമോർഫിക് റോക്സ്. നമ്മൾ മെറ്റാമോർഫിസം എന്ന് വെച്ചാൽ എന്താണ്? രൂപം മാറുന്നത് അല്ലേ? അതിനെയാണ് നമ്മൾ മെറ്റാമോർഫിസം എന്ന് വിളിക്കുന്നത്. അതാണ് ഇത് ഇവിടെ നടക്കുന്നത്. ഇനി ഈ മെറ്റാമോർഫിക് റോക്കുകൾക്കൊരു ഉദാഹരണങ്ങളിലൊന്നാണ് ഏത്? ക്വാഡ്സൈറ്റ്. ഏതാണ്? ക്വാഡ്സൈറ്റ്. സാൻഡ്സ്റ്റോൺ ഉണ്ട്. ഏതാണ്? സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു നമ്മളുടെ സെഡിമെൻ്ററി റോക്കിന് ഉദാഹരണമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. സെഡിമെൻ്ററി റോക്കിന് ഉദാഹരണമാണ് ഏത്? സാൻഡ്സ്റ്റോൺ. സെഡിമെൻ്ററി റോക്സ് തന്നെ പല രീതിയിൽ ഉണ്ടാവും. അതായത് മെക്കാനിക്കലായിട്ടുണ്ടാകുന്ന എന്തുണ്ട്? സെഡിമെൻ്ററി റോക്സ് ഉണ്ട്. അതുപോലെ തന്നെ കെമിക്കലി ഉണ്ടാകുന്ന സെഡിമെൻ്ററി റോക്സ് ഉണ്ട്.
ഓർഗാനിക്കലായിട്ടുണ്ടാകുന്ന സെഡിമെൻ്ററി റോക്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ മെക്കാനിക്കലായിട്ടുണ്ടാകുന്ന സെഡിമെൻ്ററി റോക്സ് ആണ് ഇത് സാൻഡ്സ്റ്റോൺ, അതുപോലെ തന്നെ കോൺഗ്ലോമറേറ്റ്, വലിയ വലിയ പീസുകൾ ഒരുമിച്ച് ചേർന്നിട്ട് ഉണ്ടാകുന്നവയാണ് കോൺഗ്ലോമറേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നത്? ഇവ മെക്കാനിക്കൽ, ആ ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. കെമിക്കലി ഉണ്ടാകുന്നവയുടെ ഉദാഹരണമാണ് ഏത്? ജിപ്സം, അതുപോലെ തന്നെ സാൾട്ട് റോക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ സാൾട്ട് റോക്ക്, ജിപ്സം, ഇതൊക്കെ കെമിക്കലായിട്ടുണ്ടാവുന്നവയാണ്. ഓർഗാനിക് ആയിട്ടുണ്ടാവുന്നവയാണ് ഏത്? നിങ്ങൾക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള ലൈം സ്റ്റോൺ. അത് കാൽസ്യം ബേസ്ഡ് ആയിട്ടുള്ള ജീവികളില്ലേ, അവയിൽ നിന്നാണ് അവയുണ്ടാകുന്നത്. കോള് നിങ്ങൾക്കറിയാം അല്ലേ, ഓർഗാനിക്കലി ആയിട്ടുണ്ടാവുന്നവയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഏതൊക്കെയാണ് കൂട്ടുകാരെ? പീറ്റും ഡോളോമൈറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഈ ലിസ്റ്റ് വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. സെഡിമെൻ്ററി റോക്സ് 3 തരത്തിലുണ്ടാകുന്നു: മെക്കാനിക്കലായിട്ട്, കെമിക്കലായിട്ട്, ഓർഗാനിക്കായിട്ട്. അവയുടെ ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക, മറക്കാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അവസാനമായിട്ട് നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. എന്തായിരുന്നു? ക്വാർട്സൈറ്റ് അപ്പോൾ എന്തിൻ്റെ ഉദാഹരണമാണ്? മെറ്റാമോർഫിക് റോക്കിന് ഉദാഹരണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ മെക്കാനിക്കലി ഉണ്ടാകുന്ന സെഡിമെൻ്ററി റോക്കിൽ നിന്നായിട്ടുള്ള സാൻഡ്സ്റ്റോണിന് മാറ്റം സംഭവിച്ചിട്ട്, മെറ്റാമോർഫിസം സംഭവിച്ചിട്ടാണ് ക്വാർട്സൈറ്റ് ഉണ്ടാകുന്നത്. ഇനി മെറ്റാമോർഫിക് റോക്സിൻ്റെ ചില ഉദാഹരണങ്ങളുണ്ട്. എന്ത് മാറിയിട്ട് എന്താകുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഓർത്ത് വയ്ക്കുക. ആദ്യമായിട്ട് എന്താണ്? ക്ലേ മെറ്റാമോർഫിസം സംഭവിച്ചിട്ട് സ്ലേറ്റ് ആയിട്ട് മാറുന്നു. ലൈം സ്റ്റോൺ, ഇതെങ്ങനെ ഓർത്ത് വയ്ക്കുക? വളരെ പണ്ട് കാലങ്ങളിൽ മണ്ണ് കൊണ്ടൊക്കെയാണ് എന്താണ് ക്ലേ ഉപയോഗിച്ചിട്ട് എന്താണ് സ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ എഴുതിയിരുന്നു അല്ലേ, പണ്ടത്തെ ആൾക്കാർ. അത് ഓർത്ത് വെച്ചാൽ മതി. ക്ലേ സ്ലേറ്റ് ആയിട്ട് മാറുന്നു. ലൈം സ്റ്റോൺ പിന്നെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കും തോന്നുന്നു, മാർബിളായിട്ട് മാറുന്നു. സാൻഡ്സ്റ്റോൺ ഇപ്പോൾ നമ്മൾ കണ്ടു, ക്വാർട്സൈറ്റ് ആയിട്ട് മാറുന്നു. ഗ്രാനൈറ്റ് GG ആണ്. ഗ്രാനൈറ്റ് ഗ്നീസ് ആയിട്ട് മാറുകയാണ്. ഗ്രാനൈറ്റ് എന്തായിട്ട് മാറുന്നു? ഗ്നീസ് ആയിട്ട് മാറുന്നു. ഷെയിൽ, ഷിസ്റ്റ്, അതും ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണല്ലോ. ഷെയിൽ, ഷിസ്റ്റ്, പ്രൊണൗൺസിയേഷൻ ഏതാണ്ട് ഒരുപോലെയാണ്. കോൾ എന്താവുന്നു എന്ന് നമുക്കറിയാം, അത് പ്രത്യേകിച്ച് ഓർത്ത് വയ്ക്കേണ്ട ആവശ്യം വരില്ല. കോള് ഗ്രാഫൈറ്റ് ആയിട്ട് മാറുന്നു. ഈ പട്ടിക എന്താണ്? ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഏതെങ്കിലുമൊക്കെ ഒരു എക്സാമിൽ വളരെയധികം ഗുണകരമാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ നമ്മൾ. അപ്പോൾ റോക്സുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഏതാണ്ട് എനിക്കൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് എന്നല്ല എനിക്ക് തോന്നുന്നു, റോക്സുമായി ബന്ധപ്പെട്ടിട്ട് ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തെറ്റിക്കാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഏതാണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒറ്റ ചോദ്യത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓർത്ത് വയ്ക്കുക വളരെ കൃത്യമായിട്ട്. ഈ പട്ടിക വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചിട്ട് നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം വായിക്കൂ, എന്താണ് എന്നുള്ളത് വായിക്കൂ. When we travel across countryside, we see red soils in many regions. What is the reason for its color? എന്താണ് റെഡ് സോയിലിന് ആ കളർ കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പല തവണയായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളിത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അബണ്ടൻസ് ഇൻ ഫെറിക് ഓക്സൈഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അയേൺ കണ്ടൻ്റ് ആണ്, ഫെറിക് ഓക്സൈഡിൻ്റെ കണ്ടൻ്റ് ആണ് അതിന് റെഡ് കളർ കൊടുക്കുന്നത്. റെഡ് സോയിലിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇനിയും അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ സമയം കളയുന്നില്ല. അതിൻ്റെ ഒരു റെഡ് കളർ കൊടുക്കുന്നത് എന്താണ്? അതിലുള്ള ധാരാളമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന അതിൻ്റെ ഫെറിക് ഓക്സൈഡാണ്. അബണ്ടൻസ് ഓഫ് ഫെറിക് ഓക്സൈഡാണ് അതിനെന്ത് ചെയ്യുന്നത്? അതിന് ആ ഒരു റെഡ് കളർ കൊടുക്കുന്നത്. ഓർത്ത് വയ്ക്കുക, തെറ്റിക്കരുത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് കോണ്ടൂർ പ്ലഫിംഗ്? എന്താണ് ചോദ്യം? വാട്ട് ഈസ് കോണ്ടൂർ പ്ലഫിംഗ് എന്നതാണ് ചോദ്യം. എന്താണ് കോണ്ടൂർ പ്ലഫിംഗ്? നോക്കൂ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പ്ലഫിംഗ് ഓൺ ദ പ്ലെയിൻസ് എലോങ് ദ കോണ്ടൂർ ലൈൻ. അതായത് ഇങ്ങനെ നീളത്തിൽ എന്താണ്, ഒരു വലിയ പ്ലെയിൻ ഉണ്ട്, ആ പ്ലെയിനിൽ എന്താണ്, കോണ്ടൂർ ലൈൻസിലൂടെ എന്താണ് ഇങ്ങനെ പ്ലഫിംഗ് നടത്തുന്നു എന്നാണ് പറയുന്നത്. പ്ലഫിംഗ് ഓൺ എ ബാരൻ ലാൻഡ് എലോങ് ദ കോണ്ടൂർ ലൈൻസ്. അപ്പോൾ കോണ്ടൂർ ലൈൻസ് എല്ലാത്തിലും കോമൺ ആണ്. പ്ലെയിൻസിലാണോ ബാരൻ ലാൻഡിലാണോ? പ്ലഫിംഗ് ഇൻ എ സിഗ്സാഗ് മാനർ എലോങ് ദ കോണ്ടൂർ ലൈൻസ്. പ്ലഫിംഗ് ഓൺ എ സ്ലോപ്പിംഗ് ലാൻഡ് എലോങ് ദ കോണ്ടൂർ ലൈൻ. എവിടെയാണ് ഈ കോണ്ടൂർ പ്ലഫിംഗ് നടക്കുന്നത്? എന്താണ് തോന്നുന്നത് കൂട്ടുകാർക്ക്? ഉത്തരം 4ാമത്തെ ഓപ്ഷനാണ്. പ്ലഫിംഗ് ഓൺ സ്ലോപ്പിംഗ് ലാൻഡ് എലോങ് ദ കോണ്ടൂർ ലൈൻസ് എന്നതാണ് എന്ത് ഉത്തരമായിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കോണ്ടൂർ പ്ലഫിംഗ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നത് വേറെ ഒന്നിനുമല്ല. നമുക്ക് ഈ ഒരു കോണ്ടൂർ പ്ലഫിംഗ്, അതായത് അതിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ,
ഹൈറ്റ് ഡിഫറൻസ്, അത് ഈ കോണ്ടൂർ ലൈൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, ഹൈറ്റ് ഡിഫറൻസ് അനുസരിച്ച് എന്താണ് അതിനെ പലതായിട്ട് തിരിക്കുന്നതാണ്. അതിൻ്റെ എലോങ് എന്ത് ചെയ്യുകയാണ് ഈ പ്ലഫ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് തന്നെ സ്ലോപ്പിൽ ഇത് ചെയ്യുന്ന സമയത്ത് അത് 2 ഗുണങ്ങളാണ്. ഒന്ന് എന്താണ്, സോയിൽ ഇറോഷൻ ഇത് വളരെയധികം എന്ത് ചെയ്യും, കുറയ്ക്കും. ഇതെന്ത് ചെയ്യും, സോയിൽ ഇറോഷൻ കുറയ്ക്കുകയും ഒപ്പം തന്നെ എന്താണ് വാട്ടർ റീടെൻഷൻ പൊട്ടൻഷ്യൽ ഇത് കൂട്ടും. വെള്ളം എന്താണ് ഒഴുകി അങ്ങോട്ട് ഒളിച്ചു പോവാതെ വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റി ഇതെന്ത് ചെയ്യും, ആ പ്രദേശത്തിൻ്റെ കൂട്ടും. ഇതുകൊണ്ടാണ് പ്ലഫിംഗ് ഓൺ സ്ലോപ്പിംഗ് ലാൻഡ് അലോങ് ദ കോണ്ടൂർ ലൈൻസിനെ എന്ത് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെയാണ് കോണ്ടൂർ പ്ലഫിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കൂ എന്താണെന്ന്. ഡാഷ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് farmers grow trees on their land for commercial and non-commercial purposes. എന്താണ് ഈ താഴെ തന്നിട്ടുള്ളവയിൽ ഫാർമേഴ്സ്, കൃഷിക്കാർ അവരുടെ കൃഷിസ്ഥലത്തിൽ എന്ത് ചെയ്യുകയാണ്, മരങ്ങളെ വളർത്തുകയാണ്. അത് കൊമേഴ്ഷ്യൽ പർപ്പസിനാവാം, നോൺ കൊമേഴ്ഷ്യൽ പർപ്പസസിനും ആവാം. അപ്പോൾ എന്താണ് ഈ തന്നിട്ടുള്ളവയിൽ, താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു രീതിക്ക് ഉദാഹരണം എന്നതാണ് എന്ത് ചെയ്യുന്നത്, ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുന്നത്, അതിലുള്ള ഉദാഹരണങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കൂ, എന്തൊക്കെയാണ് അവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കൂ കൂട്ടുകാർ കൃത്യമായിട്ട്. ട്രീ പ്രൊട്ടക്ഷൻ, വൃക്ഷങ്ങളുടെ സംരക്ഷണം എന്ന് പറയുന്നു. വൃക്ഷങ്ങളുടെ എന്താ പറയുക സംരക്ഷണം ആണോ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും അല്ല, അല്ലേ? ട്രീ ഫോറസ്ട്രി എന്ന് പറയുന്നു, അഗ്രോ ഫോറസ്ട്രി പറയുന്നു, ഫോറസ്റ്റ് പ്രിസർവേഷൻ. എനിക്ക് തോന്നുന്നു വളരെ ഒബ്വിയസ് ആണ് ആൻസർ അല്ലേ, അഗ്രോ ഫോറസ്ട്രി. കാരണം അഗ്രികൾച്ചറൽ ലാൻഡിൽ എന്ത് ചെയ്യുകയാണ്, ഫോറസ്ട്രി, വൃക്ഷങ്ങൾ വളർത്തുകയാണ്. അഗ്രോ ഫോറസ്ട്രി അടിസ്ഥാനപരമായിട്ടൊരു ലാൻഡ് യൂസ് സിസ്റ്റമാണ്. കൂട്ടുകാർക്ക് ജസ്റ്റ് കാര്യം അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്, കുറച്ചുകൂടി ഇത് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റൻ ആണെങ്കിലും അതൊരു ലാൻഡ് യൂസ് സിസ്റ്റമാണ്. എന്താണ് ലാൻഡ് യൂസ് സിസ്റ്റം? ഭൂമിയെ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്, ഈ അഗ്രോ ഫോറസ്ട്രി ജസ്റ്റ് ട്രീസ് മാത്രമല്ല, അഗ്രോ ഫോറസ്ട്രിയിൽ വേറെയും കാര്യങ്ങളുണ്ട്. അതായത് 3 കണ്ടൻസ് അതിലുള്ളത്. ട്രീസ് ഉണ്ട്, ക്രോപ്പുകൾ, വിവിധങ്ങളായിട്ടുള്ള വിളകൾ, അതിനൊപ്പം എന്താണ് അനിമൽസ്. ഇവ 3നെയും എന്താണ് ഒന്നിച്ച് ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു പുതിയ എന്താണ് കൃഷി രീതിയെയാണ്, ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു രീതിയെയാണ് നമ്മൾ അഗ്രോ ഫോറസ്ട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇത് അടിസ്ഥാനപരമായിട്ട് പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടത്താൻ, പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, ഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റത്തിനെ സംരക്ഷിക്കാൻ, സസ്റ്റൈനബിൾ ആയിട്ട് കൃഷി ചെയ്യാൻ, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറ്റിയ രീതിയിലുള്ള എന്ത് ചെയ്യും, വിളകളെയും അതുപോലെ തന്നെ എന്താണ് ചെടികളെയും ഇവരെന്ത് ചെയ്യും, ഇവർ സെലക്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു അഗ്രോ ഫോറസ്ട്രി ഇവരെന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് ചെയ്യുന്നത്. ഇത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ ടിമ്പറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, പ്ലൈവുഡിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, സൈഡ് ഒരെണ്ണം വളർത്തും. ഈ ചെടി വളർത്തുന്ന കാരണം തന്നെ എന്തുണ്ടാകും, കാർബൺ സിക്വസ്ട്രേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ പലപ്പോഴും എന്ത് ചെയ്യും, ഇതിൽ പല വളർത്തുന്ന ഈ ക്രോപ്പുകളുടെ ചുറ്റുമായിട്ടുള്ള, ഇപ്പോൾ എന്താ പറയുക, ഇത് വിളകളുടെ ചുറ്റുമായിട്ട് വളർത്തുന്ന ചെടികൾക്ക് ചിലപ്പോൾ നൈട്രജൻ ഫിക്സിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആ മണ്ണിലെ നൈട്രജൻ ഫിക്സിങ്ങിന് ഈ ചെടികൾ ചിലപ്പോൾ എന്ത് ചെയ്യും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ മരങ്ങളിൽ നിന്നുള്ള ഇലകളും മറ്റും കാര്യങ്ങളും മറ്റും എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിൽ ഒരുപാട് സഹായങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ബയോമാസിൻ്റെ ഉപയോഗം എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള പുതിയൊരു കാലഘട്ടത്തിൻ്റെ എന്താ പറയുന്നത് കൃഷി രീതിയായിട്ടാണ് അഗ്രോ ഫോറസ്ട്രിയെ നമ്മൾ കാണുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഈ രീതിയിൽ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ നമ്മൾ. അടുത്ത ചോദ്യം സ്ലാഷ് ആൻഡ് ബേൺ. എന്താണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ ഈസ് നോൺ ആസ് ബേവാർ ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? എന്താണ് കൂട്ടുകാരെ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ? വളരെ പണ്ട് കാലം മുതൽ നിലനിന്നിരുന്നൊരു രീതിയായിരുന്നു ഇത്. ഒരു പ്രദേശത്ത് നിന്നുണ്ടാകും കുറേ എന്ത് ചെയ്യുന്നുണ്ടാവും, മരങ്ങളും ചെടികളും ഒക്കെ നിൽക്കുന്നുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും ഇവർ, ഇതെന്ത് ചെയ്യും, ഇത് മൊത്തത്തിൽ അങ്ങ് എന്ത് ചെയ്യും, കത്തിക്കും. മനസ്സിലാവുന്നുണ്ട്? ഈ ഭാഗം മൊത്തം ഇവർ കത്തിക്കും. കത്തിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഭാഗം പിന്നീട് എന്തായിട്ട് മാറും, ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഭാഗമായി മാറും. കത്തിക്കുമ്പോൾ ഇതിൻ്റെ ചാരവും മറ്റ് കാര്യങ്ങളുമൊക്കെ ആ മണ്ണിൽ കലരുമെന്നും
അതോടുകൂടിയിട്ട് ഈ പ്രദേശം മുഴുവൻ എന്തായിട്ട് മാറും, വളക്കൂറുള്ളതായിട്ട് മാറുമെന്നും ഇവിടെ എന്താ കൃഷി ചെയ്യാം എന്നുമാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 വർഷം ഇവിടെ കൃഷി അല്ലെങ്കിൽ 3 വർഷം കൃഷി ചെയ്തിട്ട് അതെന്ത് ചെയ്യും, അതോടുകൂടിയിട്ട് ആ പ്രദേശത്തിൻ്റെ വളക്കൂർ എന്ത് ചെയ്യും, അവസാനിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, തൊട്ടടുത്ത സ്ഥലത്തേക്ക് അവർ ജമ്പ് ചെയ്യും, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, കത്തിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഫോറസ്റ്റുകൾ, കാടുകളൊക്കെ എന്ത് ചെയ്യുകയാണ്, നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിത് തുടർച്ചയായി പലയിടങ്ങളിലും പ്രത്യേകിച്ച് ട്രൈബൽ ഏരിയകളിൽ വളരെ പ്രിവാലൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു രീതിയാണ് ഈ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഈ ഒരു രീതി ഉണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആ ആളുകളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞ് അത് കൃത്യമായി മനസ്സിലാക്കിപ്പിച്ച്, കാരണം ഈ ചാരത്തിൽ നിന്നും മറ്റൊക്കെ കിട്ടുന്ന വളക്കൂർ എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള വളക്കൂറായിരിക്കും. അത് തന്നെ ഒരു തവണ കൃഷി ചെയ്യുമ്പോഴേക്കും അത് എന്ത് ചെയ്യും, തീരുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അടിസ്ഥാനപരമായിട്ട് സംഭവിക്കുന്നത് എന്താ, എത്രയോ വർഷങ്ങൾ, നൂറ്റിക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ട് ഉണ്ടായിട്ടുള്ളൊരു കാട് എന്ത് ചെയ്യുകയാണ്, വലിയൊരു പ്രദേശം മുഴുവൻ എന്ത് ചെയ്യുകയാണ്, ഒരൊറ്റ ദിവസം കൊണ്ട് കത്തിത്തീരുകയാണ്. അതുപോലൊരു കാട് പിന്നെ ഉണ്ടാവണമെങ്കിൽ എത്രയോ വർഷങ്ങൾ കഴിയണം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് എന്താണ്, അത് ഫോറസ്റ്റ് ഏരിയ ഇല്ലാതാക്കുകയാണ്. എന്നാൽ അതിന് തക്കവണ്ണമുള്ള പ്രൊഡക്ടിവിറ്റിയോ ലാഭകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഔട്ട്പുട്ടോ നമുക്ക് ലഭിക്കുന്നുണ്ടോ, ലഭിക്കുന്നുമില്ല. അതുകൊണ്ട് ഇതിപ്പോൾ അവിടുത്തെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി, അതുകൊണ്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അവർക്ക് കൃത്യമായ വളങ്ങളുടെ ഉപയോഗവും മറ്റുമൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ രീതി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി ഈ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ ഒരു കൾച്ചറലായിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് മുതലേ ട്രഡീഷണൽ ആയിട്ട് ഒരുപാട് നമ്മുടെ എല്ലാ ഇടങ്ങളിലും, ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് തുടർച്ചയായിട്ട് ഫോളോ ചെയ്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോരോ നാടുകളിലും എന്താണ്, ഇതിന് ഓരോരോ പേരുകളും ലഭ്യമായിരുന്നു. ആ പേരുകൾ എന്തെല്ലാമാണ് എന്നത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ചോദ്യമാണ് ഇവിടെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് തന്നിട്ടുള്ളത്. നോക്കൂ, ബേവാർ എന്ന് പറഞ്ഞിട്ടുള്ള, എന്താണ് ബേവാർ എന്ന പേരിൽ എവിടെയാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ അറിയപ്പെടുന്നത് എന്നതാണ് ചോദ്യം. നമുക്ക് ഈ ചോദ്യത്തിനോടൊപ്പം മറ്റൊരു ചോദ്യം കൂടി നമുക്കുണ്ട്. നോക്കൂ, എന്താണ്, ദ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ ഇൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഈസ് നോൺ ആസ്. അപ്പോൾ നേരത്തെ ഒരു പേര് തന്നു, ഇവിടെ ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ എന്ത് പേരാണ് എന്നും ചോദിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് നോക്കാം. ലിസ്റ്റിൽ നിന്ന് നമുക്കതിൻ്റെ ആൻസർ കിട്ടുമോ നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ? ഏറ്റവും പ്രിവേലൻ്റായിട്ട് ഇപ്പോഴും ഈ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ നിലനിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളാണ്. എവിടെയാണ്? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളാണ്. ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ അറിയപ്പെടുന്നത് ജും കൾട്ടിവേഷൻ എന്ന പേരിലാണ്. ജുമ്മിങ് എന്ന പേരിൽ നമ്മൾ പറയും. ജും കൾട്ടിവേഷൻ, എന്താണ്, ജും കൾട്ടിവേഷൻ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. അപ്പോൾ ഈ ജും കൾട്ടിവേഷൻ, അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്താണ്, ഈ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷന് പകരം ജും കൾട്ടിവേഷൻ എന്ന ഒരു യൂസേജും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ജും കൾട്ടിവേഷൻ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആസാം, മേഘാലയ, മിസോറാം, നാഗാലാൻഡ് എന്നീ 4 സംസ്ഥാനങ്ങളിലാണ് അടിസ്ഥാനപരമായിട്ട് ജും കൾട്ടിവേഷൻ എന്ന പേരിൽ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ അറിയപ്പെടുന്നത്. അവിടെ തന്നെയുള്ള മറ്റൊരു സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂരിൽ ഇത് അറിയപ്പെടുന്നത് പാംലൗ എന്ന പേരിലാണ്. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പാംലൗ എന്ന പേരിലാണ് മണിപ്പൂരിൽ നമ്മളുടെ ഈ ഒരു സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ അറിയപ്പെടുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പേരാണ് ദിപ എന്ന് പറയുന്നത്. ദിപ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത് 2 ഇടങ്ങളിലാണ്. ഒന്ന് ആൻഡമാൻ ഐലൻഡ്സ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുകളിലും രണ്ടാമത്തേത് ഛത്തീസ്ഗഡിലെ ബസ്തർ ഏരിയയിലുമാണ്. ഛത്തീസ്ഗഡിലെ ബസ്തർ ഏരിയ, എനിക്ക് തോന്നുന്നു ഈ നമ്മളുടെ ഈ നക്സൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരുന്ന ഒരു സ്ഥലമാണ് ഛത്തീസ്ഗഡിലെ ബസ്തർ ഏരിയ. ആ ഏരിയയിൽ, അപ്പോൾ ട്രൈബൽ ഏരിയയാണ്, നിങ്ങൾക്ക് അപ്പം തന്നെ എന്താണ് ഊഹിക്കേണ്ടതുണ്ട്. ബസ്തർ ഏരിയ നിങ്ങൾ ന്യൂസിൽ കുറേ കണ്ടിട്ടുണ്ടാവും. അവിടെ ഇവർ ഫോളോ ചെയ്യുന്ന രീതികളിൽ ഒന്നാണ് ഈ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. അതിന് പറയുന്നൊരു പേരാണ് ഏത്? ദിപ എന്ന് പറയുന്ന പേര്. അവിടെ മാത്രമല്ല ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുകളിലും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടിയില്ലേ? സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ ഓഫ് ഇൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഈസ് നോൺ ആസ് ഏതാണ്? ദിപ. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ആൻസർ അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പാംലൗ നോക്കൂ, നമ്മൾ പറഞ്ഞില്ലേ എവിടെയായിരുന്നു? മണിപ്പൂർ അല്ലേ, നമ്മൾ കണ്ടു ഓൾറെഡി. മണിപ്പൂരിലാണ് പാംലൗ. ജുമ്മിങ് എവിടെയാണ്? നമ്മൾ പറഞ്ഞു അല്ലേ, ആസാം മുതലായിട്ടുള്ള 4 പ്രധാനപ്പെട്ട സ്ഥലം. ആസാമിൽ, മേഘാലയയിൽ, മിസോറാമിൽ, അതുപോലെ തന്നെ ഇവിടെ നാഗാലാൻഡ് ആയിരുന്നില്ല, പിന്നെ അടുത്തത് മൂന്നാമത്തെ
നാഗാലാൻഡിൽ. ഈ 4 ഇടങ്ങളിലാണ് എന്തുള്ളത്, ജുമിങ് കൾട്ടിവേഷൻ എന്ന പേരിൽ അത് അറിയപ്പെടുന്നതെന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇതാ അടുത്ത ചോദ്യത്തിന് ആൻസർ ഇവിടെയുണ്ട്. ബേവാർ എന്ന പേരിൽ എവിടെയാണ് അറിയപ്പെടുന്നത് എന്നതായിരുന്നു നമ്മളുടെ ഇവിടുത്തെ ചോദ്യം ഉണ്ടായിരുന്നത്. ബേവാർ എവിടെയാണ്? ഇതാ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഉത്തരം ഏതാണ്? മധ്യപ്രദേശാണ് നമ്മുടെ ഉത്തരം. ബേവാർ എന്ന പേരിലും ദഹിയ എന്ന പേരിലും അറിയപ്പെടുന്നത് എവിടെയാണ്? നമുക്ക് മധ്യപ്രദേശിലാണ് എന്ന് നമുക്ക് ആൻസർ അപ്പോൾ കിട്ടി. മറ്റൊരു ഇതിനു മുമ്പ് ചോദിച്ച് കണ്ടിട്ടുള്ള ഒന്നാണ് പോഡു എന്ന് പറയുന്നത്. പോഡു അല്ലെങ്കിൽ പെണ്ട ഞാൻ കണ്ടിട്ടില്ല, പോഡു ഞാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതെവിടെയായിരുന്നു? ആന്ധ്രാപ്രദേശിലുള്ള ഈ ഒരു ജും കൾട്ടിവേഷൻ അല്ലെങ്കിൽ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ്റെ പേരാണ് ആന്ധ്രാപ്രദേശിൽ അറിയപ്പെടുന്നതാണ് ഇത് പോഡു എന്ന പേരുള്ള പേര്, അല്ലെങ്കിൽ പോഡു അല്ലെങ്കിൽ പെണ്ട എന്ന പേരിൽ. ഒറീഷയിൽ എന്താണ് പേര്? ഒഡീഷയിൽ എന്താണ് പേര് നോക്കൂ നിങ്ങൾ. അത് പാമാദാബി എന്ന പേരിൽ അറിയപ്പെടുന്നു, കോമൻ എന്ന പേരിൽ അറിയപ്പെടുന്നു, ബ്രിങ്ക എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പാമാദാബി, കോമാൻ, ബ്രിങ്ക എന്ന 3 പേരുകളിൽ അറിയപ്പെടുന്നതും എന്താണ്? ഒറീഷയിലെ എന്താണ്? ഈ ഒരു ജും കൾട്ടിവേഷനാണ് എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കുക. നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ ഒരു കൾട്ടിവേഷൻ്റെ പേരിൽ എന്താണ്? കുമാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ്? കുമാര എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്? വെസ്റ്റേൺ ഗാട്ട്സിൽ ഈ ഒരു സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ അറിയപ്പെടുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത് ഈ വാൾട്രേ അല്ലെങ്കിൽ വാൾറേ എന്ന പേരിൽ, 2 പേര്, വാൾറേ എന്ന പേരിൽ അല്ലെങ്കിൽ വാൾട്രേ എന്ന പേരിൽ അറിയപ്പെടുന്നത് സൗത്ത് ഈസ്റ്റ് രാജസ്ഥാനിലാണ്. എവിടെയാണ്? സൗത്ത് ഈസ്റ്റ് രാജസ്ഥാനിലാണ് വാൾറേ അല്ലെങ്കിൽ വാൾട്രേ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? ഇത് അറിയപ്പെടുന്നത്. ഘീ എന്ന പേരിൽ നമ്മുടെ ഹിമാലയൻ ബെൽറ്റിലുടനീളമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ട്രൈബൽ ഏരിയകളിലെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഘീ എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ വിളിക്കുന്നുണ്ട്. കുറുവ എന്ന പേരിൽ, ഏതാണ്? കുറുവ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് മുമ്പ്. കുറുവ എന്ന പേരിൽ എന്താണ്? ഖുറുവ എന്ന പേരിൽ ജാർഖണ്ഡിലെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ജും കൾട്ടിവേഷനെ അവർ വിളിക്കാറുണ്ട്. മനസ്സിലായ കൂട്ടുകാർക്ക്? അപ്പോൾ ഇവയൊക്കെയാണ് നമ്മളുടെ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ ഉദാഹരണം. അപ്പോൾ ഇതിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? 2 ചോദ്യങ്ങൾ കഴിഞ്ഞ തവണ വന്നിട്ടുണ്ട് എന്ന്, 2 അല്ല അതിലും കൂടുതലുണ്ടാകും. നമുക്ക് നോക്കിയപ്പോൾ തന്നെ 2 കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്? ഈ ഒരു സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ്റെ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത്തവണ അതിന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല, പക്ഷേ കഴിഞ്ഞ തവണ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ കൂട്ടുകാരെ? മനസ്സിലായല്ലോ? അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ആൻസർ മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ച നമ്മൾ ഈ ഒരു പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നത്. ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ എങ്ങനെയായിരുന്നു? ദീപ എന്ന പേരിലാണ് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക കൃത്യമായിട്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സെഷൻ എന്ത് ചെയ്യുന്നതായിരിക്കും? നമ്മളിപ്പോൾ ഏതാണ്ട് ജിയോഗ്രഫിയിലെ കുറേ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഓരോ ചോദ്യങ്ങളിലും നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏതാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള കുറച്ച് ക്ലാസ്സുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി കൃത്യമായിട്ട് പഠിച്ച് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത സെഷനിൽ കാണാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.